رسوله وكفى بالله شهيدا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهو الذي خلق من الماء بشرا وجعله نسبا وصهرا وكان ربك قديرا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിൽ എപ്പോഴും എപ്പോഴും വർഷിക്കുമാറാകട്ടെ. പവിത്രമാണ് കുടുംബം, പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്ന തലക്കെട്ടോടുകൂടി ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായി കേരളത്തിലെ ഓരോ മഹല്ലുകളിലും അഥവാ ശാഖകളിലും ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള നദ്വത്തുൽ മുജാഹിദീൻ KNMന്റെ ആഭിമുഖ്യത്തിൽ ഒരുപാട് ശാഖകളിൽ ഈ പ്രോഗ്രാം അവസാനിച്ചു. പലയിടങ്ങളിലും അത് അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു വിഷയം വളരെ അടിയന്തിരമായി തെരഞ്ഞെടുത്ത് അയൽക്കൂട്ടങ്ങളിലൂടെ, കുടുംബസംഗമങ്ങളിലൂടെ ഇത് പ്രതിപാദിക്കണമെന്ന് പറയുന്നതിൻ്റെ, ആഹ്വാനം ചെയ്തതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഈ സദസ്സിൻ്റെ മുന്നിൽ കൂടുതൽ സംസാരിക്കേണ്ടതില്ല. ആധുനിക കാലഘട്ടത്തിൽ കുടുംബം എന്ന വിശുദ്ധമായ ദൈവീക സ്ഥാപനത്തെ തകർക്കുവാനും തളർത്തുവാനും അതിനെ നിസ്സാരവൽക്കരിക്കുവാനുമുള്ള ശ്രമങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ബോധപൂർവവും അല്ലാതെയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഴയ കുട്ടിക്കാലമൊന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ. അന്ന് ചെറ്റക്കുടിലിലോ അല്ലെങ്കിൽ ഓടുമേഞ്ഞ വീടുകളിലോ കഷ്ടിച്ച് അരിഷ്ടിച്ച് ജീവിതം തള്ളി നീക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുടുംബ ജീവിതത്തിലെ സ്നേഹവും കാരുണ്യവും ഐക്യവും പെരുമയും ഇന്ന് ചില വീടകങ്ങളിൽ നിന്ന്, ചില കുടുംബങ്ങളിൽ നിന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിക വീക്ഷണത്തിൽ കുടുംബത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നതിനെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ളവരെ, കുടുംബം എന്ന് പറയുന്നത് ഭൗതികമായ ഏതെങ്കിലും ഒരു വ്യക്തിയോ സംഘടനയോ ഭരണകൂടമോ രൂപപ്പെടുത്തിയെടുത്ത ഒരു സംവിധാനമല്ല. മറിച്ച് മനുഷ്യ ചരിത്രത്തോളം പഴക്കമുള്ള ഒരു മഹൽ സ്ഥാപനമാണ് കുടുംബം എന്നത്. ആദിമ മനുഷ്യനും ആദ്യത്തെ പ്രവാചകനുമായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അള്ളാഹു നൽകുന്ന കൽപ്പന തന്നെ എടുത്തു നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വയാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഅദൻ ഹൈസു ശിഅ്തുമാ ഫലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. ഓ ആദമേ, നീയും നിന്റെ ഇണയും കൂടി ഈ സ്വർഗത്തിൽ വസിച്ചുകൊള്ളുക. ഒന്നാമത്തെ കൽപ്പന അതാണ്.
മനുഷ്യരെ, നിങ്ങൾ ഈ മണ്ണിൽ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവരല്ല. ഇണയോടത്ത് കുടുംബമായി മക്കളുമായി സമാധാനപൂർവം ജീവിക്കേണ്ടവരാണ് നിങ്ങളെന്ന് മനുഷ്യപിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയോട് അള്ളാഹു നൽകുന്ന കൽപ്പനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്നുകൊണ്ട് അവരോട് പറഞ്ഞത്, നിങ്ങൾ ഈ സ്വർഗഭൂമിയിൽ നിന്ന് ആദമേ നീ മാത്രം ഭക്ഷിച്ചുകൊള്ളൂ എന്നല്ല, നീയും നിന്റെ ഇണയും അഥവാ നിങ്ങൾ രണ്ടുപേരും യഥേഷ്ടം ഭക്ഷിച്ചുകൊള്ളുക. ഫലാ തഖറബ ഹാദിഹി ഷജറ, എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത്. അതും രണ്ടുപേരോടാണ് കൽപ്പിക്കുന്നത്. ആദമിൽ നിന്നും ഹവ്വായിൽ നിന്നുമായി മക്കളുണ്ടാകുന്നു. ആ മക്കൾ പെറ്റുപെരുകി ഒരു സമൂഹമായി മാറുന്നു. അപ്പോൾ ഇണകളായി, തുടർന്ന് കുടുംബമായി, തുടർന്ന് സമൂഹമായി മാറുകയാണ്. സമൂഹത്തിലെ ഏറ്റവും ചെറിയ ഘടകമെന്ന് പറയുന്നത് കുടുംബമാണ്. ആ കുടുംബം രൂപം കൊള്ളുന്നതാകട്ടെ, രൂപം കൊള്ളേണ്ടതാകട്ടെ വിവാഹത്തിൽ നിന്നായിരിക്കണം. അങ്ങനെ ഒരു സംവിധാനവും ചിട്ടയും വ്യവസ്ഥയും നമ്മൾ പാലിക്കുന്നില്ലെങ്കിൽ കുടുംബം എന്ന ഒരു സംവിധാനം ഉണ്ടാവുകയില്ല. കുടുംബം എന്ന സംവിധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സാമൂഹികത ചോർന്നു പോവുകയാണ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്കറിയാം, മനുഷ്യന് ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധ്യമല്ല. അവൻ എപ്പോഴും സമൂഹവുമായിട്ട് ഒട്ടിച്ചേർന്ന് അതിൻ്റെ സഹകരണത്തോടെ പിന്തുണയോടെ ജീവിക്കാനേ ആകൂ. എന്നാൽ മനുഷ്യേതര ജീവികളുടെ സാമൂഹിക ബന്ധമെന്ന് പറയുന്നത് അവർക്ക് കുറഞ്ഞ കാലം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ആട് 2-3 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആരംഭത്തിലുള്ള ഏതാനും ദിവസങ്ങളിൽ അതിൻ്റെ തള്ളയാട് കുഞ്ഞുങ്ങളെ എന്തുമാത്രം ഓമനിച്ചാണ് വളർത്തുക. തള്ളക്കോഴി 21 ദിവസം കോഴിമുട്ടക്ക് അടക്കിരുന്ന് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അങ്ങനെ അത് മുട്ട പൊട്ടി പുറത്തു വന്നപ്പോൾ തള്ളക്കോഴി കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന സ്നേഹം നമ്മളൊക്കെ ശരിക്കും മനസ്സിലാക്കുന്നതാണ്. ആ കുഞ്ഞുങ്ങളെ വല്ല ജീവികളും ആക്രമിക്കാൻ വേണ്ടി, പിടികൂടാൻ വേണ്ടി വരുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ച് തൻ്റെ ചിറകുകൾ നിവർത്തിപ്പിടിച്ച് എല്ലാ കുഞ്ഞുങ്ങളെയും ആ ചിറകിനരികിലേക്ക് ചേർത്ത് പിടിക്കുന്നത് കാണാം. പക്ഷെ ഈ സ്നേഹവും കാരുണ്യവുമാകുന്ന ബന്ധം 2 ആഴ്ച കാലമേ കാണാനാകൂ. പിന്നെ കാണാൻ കഴിയുന്നത് എന്താണ്? തഴുകുകയും തലോടുകയും ചെയ്ത തള്ളക്കോഴിയുടെ അതേ കാലുകൊണ്ട് ഈ മക്കളെ മുഴുവനും ആട്ടി അകറ്റുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യേതര ജീവികളിലുള്ള ബന്ധങ്ങളൊക്കെ വളരെ കുറഞ്ഞ ദിവസം മാത്രമാണ്. എന്നാൽ മനുഷ്യന് അങ്ങനെയാണോ പ്രിയമുള്ളവരെ? ഒരിക്കലുമല്ല. മരിച്ചാലും മരിക്കാത്ത സ്നേഹബന്ധങ്ങളാണ് ഇസ്ലാം മനുഷ്യർക്ക് മുമ്പിൽ വെച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ ആയത്തിൽ തന്നെ അത് നമുക്ക് കാണാം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. പ്രിയമുള്ളവരെ, ഈ ആയത്തുകൾ ശ്രദ്ധിച്ചോ? ഈ ഒരൊറ്റ ആയത്തിൽ 2 തവണയാണ് ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞത്. അതേ വചനത്തിൽ തന്നെയാണ് പറയുന്നത് വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. നിങ്ങൾ കുടുംബ ബന്ധങ്ങളെയും ഊട്ടി ഉറപ്പിക്കണം, സൂക്ഷിക്കണം.
കുടുംബ ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കാൻ, വിടവുകൾ സംഭവിക്കാതിരിക്കാൻ, അകൽച്ചയും കുറ്റപ്പെടുത്തലുകളും വീറും വാശിയും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതും തഖ്വയുടെ ഭാഗമാണെന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കുടുംബം എന്ന് പറയുന്ന മലയാള വാക്കിന് അറബിയിൽ പ്രയോഗിക്കുന്ന ഒരുപാട് വാക്കുകൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വാക്കെന്താ? റഹം എന്ന പദമാണ്. അതാണല്ലോ നമ്മൾ ആ ഒന്നാമത്തെ ആയത്തിൽ കണ്ടത് സൂറത്ത് നിസായിൽ. വത്തഖുല്ലാഹല്ലതി തസാഅലൂന ബിഹി വൽ അർഹാം. അർഹാം എന്ന പദമാണ് പ്രയോഗിച്ചത് കുടുംബത്തിന്. എന്താണ് അതിൻ്റെ അർത്ഥം? കാരുണ്യം എന്നല്ലേ അർത്ഥം? അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന രണ്ട് നാമങ്ങളാണ് റഹ്മാൻ, റഹീം എന്ന പദം. ആ റഹം എന്ന പദമാണ് കുടുംബം എന്ന വാക്കിന് അർത്ഥം കൊടുത്തിട്ടുള്ളത് അറബി ഭാഷയിൽ. അപ്പൊ എത്രമാത്രം പവിത്രമാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മാത്രമല്ല പ്രിയമുള്ളവരെ, ഗർഭാശയത്തിന് ഇസ്ലാമിൽ നൽകുന്ന, അറബിയിൽ നൽകുന്ന പദമെന്താ? റഹം എന്നാണ്, കാരുണ്യമെന്നാണ്. ഗർഭപാത്രത്തിന്റെ പേരും അത് തന്നെയാണ്. മനുഷ്യൻ ഈ ദുനിയാവാകുന്ന വെളിച്ചത്തിന്റെ ലോകത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് 9 മാസക്കാലവും 9 ദിവസവും മാതാവിന്റെ ഇരുട്ടറകളിൽ കഴിച്ചുകൂട്ടിയ ആ ലോക ജീവിതത്തെ പരാമർശിക്കുന്നതും റഹം എന്ന പദം വെച്ചുകൊണ്ടാണ്. ഇനി നോക്കൂ നിങ്ങൾ, കുടുംബം എവിടെയാണ് അധിവസിക്കുന്നത്? കാടുകളിലാണോ? ഗുഹകളിലാണോ? അങ്ങാടികളിലാണോ? പീഡിക തിണ്ണയിലാണോ? അല്ല. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കൊരു വ്യക്തിത്വവും അസ്തിത്വവും നമുക്കൊരു അഡ്രസ്സും ഉണ്ടാകണമെങ്കിൽ നാം ഒരു കുടുംബത്തിൽ, കുടുംബമായി, കുടുംബാംഗമായി, കുടുംബത്തോടൊത്ത് ജീവിക്കുമ്പോഴാണ് ആ വ്യക്തിത്വവും അസ്തിത്വവും നമുക്ക് ലഭിക്കുന്നത്. നമുക്കൊരു ആധാർ വേണമെങ്കിൽ, നമുക്കൊരു ID വേണമെങ്കിൽ, നമുക്കൊരു പാസ്പോർട്ട് വേണമെങ്കിൽ അതിൽ കൃത്യമായ ഒരു കുടുംബത്തിന്റെ പേര് വേണം. ഉപ്പയുടെ പേര്, ഉമ്മയുടെ പേര്, കുടുംബം, ആ തറവാടിന്റെ പേര്, ആ പോസ്റ്റ് ഓഫീസ് നമ്പർ, ഇതൊക്കെ വേണം. അതെങ്ങനെ കിട്ടുന്നത്? ഒരു കുടുംബത്തിൽ പിറവിയെടുക്കുമ്പോഴാണ്. ഒരാൾ പറയുകയാണ്, എനിക്ക് കുടുംബം വേണ്ട, വാപ്പയും വേണ്ട, ഉമ്മയും വേണ്ട, ഇണയും വേണ്ട, തുണയും വേണ്ട, ഇങ്ങനത്തെ ഒരു വീടും വേണ്ട, ഞാനതാ ഇറങ്ങിപ്പോകുന്നു. എന്നിട്ട് അങ്ങാടിയിലെ പീഡിക തിണ്ണയിൽ വസിക്കുന്ന എത്രയെത്ര ആളുകളെ നമുക്ക് കാണാം. അവരിൽ ബഹുഭൂരിപക്ഷവും ഒരുപക്ഷെ മാനസിക വിഭ്രാന്തി വന്നുകൊണ്ട് വീട് വിട്ടിറങ്ങിപ്പോയവരാകാം. നമ്മൾ ആരെങ്കിലും അവരെ പരിഗണിക്കാറുണ്ടോ? നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരാറുണ്ടോ? അവരുടെ പേരെന്ത്, ഊരെന്ത് എന്ന് അഡ്രസ്സുണ്ടോ? ഇല്ല. അവർക്ക് എന്തെങ്കിലും വ്യക്തിത്വമുണ്ടോ? ഇല്ല. അഡ്രസ്സുണ്ടോ? ഇല്ല. ഉണ്ടാകും, പക്ഷെ നിലവിലില്ല. ഇവിടെ നമുക്ക് ഈ അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ ഇത് ഇന്നാലിന്ന ആളുടെ മോനാണ്, അവരുടെ ഉപ്പ ഇതാണ്, ഉമ്മ ഇതാണ്, അതൊരു അഡ്രസ്സാണ്. ഈ അഡ്രസ്സ് നമുക്ക് നൽകിയവൻ ആരാണെന്നറിയുമോ? ഇതൊന്നും ഭൗതികമായ കണ്ണിലൂടെ കാണേണ്ടതല്ല. അള്ളാഹുവാണ് നമുക്കിത് നൽകിയത്. നമ്മുടെ മാതാപിതാക്കൾ ആരാകണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് പടച്ചോൻ തന്നിട്ടില്ല. നമ്മുടെ ആങ്ങളെയും പെങ്ങളെയും ആരാകണം, തൻ്റെ മക്കൾ ആരാകണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടില്ല. എന്നാൽ നമ്മുടെ ഇണയാരാകണമെന്നുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? അത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോകാൻ പാടില്ല. അതിന് സമൂഹത്തിന്റെ അംഗീകാരം ലഭിക്കില്ല. കുടുംബങ്ങളിൽ നിന്ന് യാതൊരു തരത്തിലുള്ള പിന്തുണയും സഹായവും ആശംസയും പ്രാർത്ഥനയും ഉണ്ടാവില്ല. അതിനെ സംബന്ധിച്ച് നമ്മൾ പറയൽ തന്നെ എന്താ പറയാ? ഒളിച്ചോടിപ്പോയി, മതില് ചാടിപ്പോയി, ട്രാക്ക് തെറ്റിപ്പോയി എന്നൊക്കെ പറയാറില്ലേ? എന്റെ സാമൂഹിക അംഗീകാരമില്ലാത്ത ഒരു യാത്രയാണത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, കുടുംബം എന്ന മഹൽ സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപന കർമ്മമായിട്ടുള്ള വിവാഹത്തിന് ചില ചിട്ടവട്ടങ്ങൾ അല്ലാഹു തആല വെച്ചത്, ചില വ്യവസ്ഥകൾ അല്ലാഹു വെച്ചത്. പക്ഷികളെപ്പോലെ, മറ്റു മൃഗങ്ങളെപ്പോലെ തന്റെ ലൈംഗികമായ ദാഹത്തെയും മോഹത്തെയും
ക്ഷമിപ്പിക്കാനുള്ള അധികാരമോ അവകാശമോ സ്വാതന്ത്ര്യമോ അള്ളാഹു നമുക്ക് നൽകിയില്ല. അത് നമ്മളോടുള്ള വെറുപ്പ് കൊണ്ടല്ല. പിന്നെ ഈ സാമൂഹിക ജീവി സമൂഹത്തോടൊപ്പം മാതാപിതാക്കളോടൊപ്പം നല്ല നിലയിൽ ജീവിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒളിച്ചോടി പോയെങ്കിൽ കുടുംബത്തിന്റെ കരുണയുണ്ടാകുമോ? കുടുംബത്തിന്റെ അംഗീകാരം ഉണ്ടാകുമോ? കുടുംബത്തിന്റെ പ്രാർത്ഥനയുണ്ടാകുമോ? ഒന്നുമില്ല. നീ പടികെട്ട് ചവിട്ടി പോകരുത് എന്ന് പലരും പറയും, അല്ലേ? ഇനി നിന്റെ മുഖം ഞങ്ങൾക്ക് കാണണ്ട എന്ന് പറയും. അവരോട് അങ്ങേയറ്റത്തെ വെറുപ്പും അറുപ്പും ശാപവും കോപവും ഉണ്ടാകും. എന്തേ അത്? അള്ളാഹു മനുഷ്യ മനസ്സുകളിൽ ഇട്ടുകൊടുത്തിട്ടുള്ള കുടുംബം എന്ന് പറയുന്ന ഒരു സ്നേഹബന്ധമുണ്ട്. ആ ബന്ധത്തെ അറുത്ത് മുറിക്കരുതേ എന്നാണ് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. അത്രയും വലിയ പ്രാധാന്യമാണ് പ്രിയമുള്ളവരെ കുടുംബത്തിനുള്ളത്. ഇനി നോക്കൂ നിങ്ങൾ, കുടുംബത്തിന്റെ ആവാസ കേന്ദ്രം എവിടെയാണ്? വീടാണ്. വീടിന് അറബി ഭാഷയിൽ പറയുന്ന ഓരോ പേരുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിൻ്റെ അർത്ഥ ഗാംഭീര്യവും പൊരുളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, നിങ്ങൾക്കറിയുന്ന പേരാണ് ബൈത്തുൻ, അല്ലേ? ഏതാണ് ആ പദം? ബാത്ത യബീതു ബൈത്തുൻ. ബാത്ത എന്ന് പറഞ്ഞാൽ രാത്രി താമസിച്ചു എന്നാണ് അർത്ഥം. നമുക്ക് രാത്രിയിൽ സുഖമായി അന്തിയുറങ്ങാൻ കഴിയുന്ന ഒരു ഇടമാണത്. ഗൂഗിൾ പേ കൊടുക്കണ്ട, പണം കൊടുക്കണ്ട, പ്രത്യേക റെന്റൊന്നും കൊടുക്കണ്ട. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചുകൊണ്ട് അന്തിയുറങ്ങാൻ കഴിയുന്ന ഇടത്തിന് ബൈത്ത് എന്ന് അറബി ഭാഷയിൽ പറയുന്നു. നേരം തെറ്റിയാൽ നമ്മൾക്ക് നാട്ടിലേക്കുള്ള വാഹനമൊന്നും കിട്ടിയില്ല. എങ്ങനെയാണ് അപ്പോഴേക്ക് മനസ്സ് ടെൻഷൻ, അല്ലേ? എന്തേ വീട് പിടിക്കണം രാത്രിയാകുമ്പോൾ? ഈ ടെൻഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് വീടുമായിട്ടുള്ള ഒരു വലിയ മാനസികമായ അടുപ്പം അള്ളാഹു നമ്മുടെ മനസ്സുകളിൽ ഇട്ടു തന്നിരിക്കുകയാണ്. ഞാൻ വിശദീകരിക്കുകയല്ല. വീടിന് മറ്റൊരു പേര് ദാറുൻ എന്നാണ്. എന്താണ് ദാറുൻ എന്ന് പറഞ്ഞ അർത്ഥം? ദാറ യദൂറു, ദൗറ്, കറക്കമെന്നാണ്. ദാറ, കറങ്ങി എന്നാണ്. നാം രാവിലെ ഒരു തൊഴിലാളി തൊഴിലിന് പോകുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, തൊഴിലിടങ്ങളിൽ നിന്ന് തിരിച്ചു വരുന്നത് വീട്ടിലേക്കാണ്. കച്ചവടക്കാരൻ വീട്ടിൽ നിന്ന് പോകുന്നു, കടയടച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഒരു കറക്കമാണിത്. ഇവിടുന്ന് തുടങ്ങി ഇവിടുന്ന് അവസാനിച്ച് അവിടുന്ന് വീണ്ടും ഒടുവിൽ അവസാനിക്കുന്നത് ഇവിടെ തന്നെ. വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു പ്രവാസിയുടെ ചിത്രമൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ വീട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന ആളുകളുടെ ഗദ്ഗതങ്ങൾ എത്രമാത്രമുണ്ട്. നമ്മുടെ ഹൃദയം തന്നെ നീറ്റലാണ്. ഇനി 1-2 കൊല്ലം കഴിഞ്ഞാലാണ് കാണുക ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ച് തേങ്ങി കരയുന്ന മാതാപിതാക്കളെയും കുടുംബങ്ങളെയും നമുക്ക് കാണാം. അതിനേക്കാൾ വലിയ തേങ്ങലാണ് അവർക്കുള്ളത്. കാരണം ഇനി ഈ വീട്ടിലേക്ക് എന്നാണ് വരിക? വീടുമായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്. അതാണ് ദാറയതു. ഏതൊക്കെ കെട്ടുകാഴ്ചകൾ കണ്ടാലും ശരി, എത്ര മനോഹരമായ ടൂറിസ്റ്റ് പ്ലേസുകൾ സന്ദർശിച്ചാലും ശരി, അവിടങ്ങളിലൊക്കെ തന്നെ കുറേ നിൽക്കുമ്പോൾ മടുപ്പ് വരും. ഇനി നമുക്ക് പോകാം എവിടേക്ക്? നാട്ടിലേക്ക്, വീട്ടിലേക്ക് എന്ന്. പണ്ടൊരു മലയാള കവി പറഞ്ഞിട്ടുണ്ട്, ഒക്കെ കണ്ടു മടങ്ങുമ്പോഴാണല്ലോ മക്കളെ നിങ്ങളറിഞ്ഞിടുന്നു, നാടായ നാടൊക്കെ കണ്ടുവെന്നാകിലും വീടാണ് ലോകം, വലിയ ലോകം. ആരെന്ത് പറഞ്ഞാൽ ശരി, വീട് തന്നെയാണ് ഏറ്റവും വലിയ ലോകം. പോട്ടെ, വീടിന് മറ്റൊരു പേരെന്താ? അറബി ഭാഷയിൽ മൻസിൽ എന്നാണ്. നുസുല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ വർണ്ണിക്കുന്നിടത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാരാണോ, നമ്മൾ അങ്ങനെ അതിൽപ്പെട്ടവരാണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്ത് തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, എനിക്ക് ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള വെള്ളവും ജീവിക്കാനുള്ള വിഭവങ്ങളും നടക്കാനുള്ള കാലുകളും അധ്വാനിക്കാനുള്ള കരങ്ങളും കാണാനുള്ള കണ്ണുകളും രുചിയറിയുവാനുള്ള നാക്കും ഭക്ഷണം ശരിയായ വിധത്തിൽ വായിലേക്ക് കൊണ്ടുപോകാനുള്ള 2 ചുണ്ടുകളും, അങ്ങനെ എണ്ണിയാൽ തീരാത്ത അനേകം അനുഗ്രഹങ്ങൾ നമ്മൾ ആവശ്യപ്പെടുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്തു തന്ന
തന്ന റബ്ബുൽ ഇസ്സത്ത് ആ പടച്ച തമ്പുരാന് മാത്രമാണ് നാം ആരാധനകൾ അഖിലവും അർപ്പിക്കേണ്ടത്. നമ്മുടെ പരമമായ വണക്കം അവന് മാത്രമേ ആകാവൂ. ആരാധനയുടെ കാമ്പും കാതലുമായിട്ടുള്ള മജ്ജയായിട്ടുള്ള പ്രാർത്ഥന ദുആ അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയം. ഇങ്ങനെ ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, ഈ അടിയുറച്ച തൗഹീദിന്റെ പാന്താവിൽ നിലകൊണ്ടുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാരാണോ അവർക്ക് ജന്നാത്തുൽ ഫിർദൗസി നുസുലാ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അവർക്ക് ആതിഥ്യമരുളുന്നതാണ്. അവരെ അതിഥികളായി സൽക്കരിക്കും. ഭൗതിക ലോകത്ത് നമുക്ക് എങ്ങനെയാണ് ആതിഥ്യം കിട്ടുക? അതിഥികളായിട്ട് ആതിഥ്യം എങ്ങനെയാണ്? 3 ദിവസം മാത്രമാണല്ലേ? 3 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ അതിഥികളായി കാണേണ്ടത് 3 ദിവസമാണ്. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരുപോലെ തന്നെ. അപ്പൊ 3 ദിവസത്തിൽ പ്രത്യേകിച്ച് വിശിഷ്ട ഭക്ഷണങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ അതിഥികൾക്ക് ഒരുക്കി കൊടുക്കും. ഇതുപോലെ സ്വർഗത്തിൽ 3 ദിവസമല്ല, ഖാലിദീന ഫീഹാ ലാ യബഊന അൻഹാ ഹിവല, സ്വർഗത്തിൽ അവർ അനശ്വരവാസികളായിട്ട് സൽക്കരിക്കുകയാണ്. അവർക്ക് സൽക്കാരം അവിടെ നൽകുന്നു. ഈ നുസുല എന്ന പദമാണ് മൻസിൽ എന്ന പദത്തിൽ നിന്ന് വന്നത്. നോക്കണം, മൻസിൽ എന്ന വീടിന്റെ പേരറിയാത്തവരാരും ഇവിടെ ഉണ്ടാവില്ല. എന്തേ ഇവിടെ പണം കൊടുക്കാതെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു? ഇന്നത്തെ പുതിയ ട്രെൻഡ് നിങ്ങൾക്കറിയില്ലേ? നമ്മുടെ കുട്ടികളൊക്കെ പുതിയ ട്രെൻഡിന്റെ ലോകത്താണ്. എത്രയോ ഉമ്മമാർക്കറിയാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾക്ക് കൊടുക്കാൻ. മൂത്ത മകന് ചപ്പാത്തിയാണെങ്കിൽ രണ്ടാമത്തെ മകന് ചപ്പാത്തി വേണ്ട, അവന് പിട്ട് വേണം. അങ്ങനെ പിട്ടുണ്ടാക്കുന്നു. ഒരാൾക്ക് ചപ്പാത്തി, മറ്റൊരാൾക്ക് പിട്ട്, വേറൊരാൾക്ക് ദോശയാണ് വേണ്ടത്, അപ്പൊ ദോശ ചുടുന്നു. ഇങ്ങനെ 3ഉം 4ഉം ഐറ്റംസ് ഒക്കെ ചുട്ടുകൊണ്ട് അടുക്കളയിൽ കരിപുരണ്ട ജീവിതവുമായി പല മാതാക്കളും പ്രയാസപ്പെടുന്നു അല്ലേ? ഇങ്ങനൊക്കല്ലേ? അവര് പണം കൊടുക്കുന്നുണ്ടോ? മക്കളില്ല, അവർക്ക് വേണ്ട വിഭവങ്ങൾ. ഇങ്ങനെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഇടമായി നമ്മുടെ വീട്. ഇതാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ മൻസിൽ എന്ന് പറയുന്നത്. ഇതിനൊക്കെ അപ്പുറമായി പ്രിയമുള്ളവരെ, വീടിന് ഖുർആൻ വിളിച്ച ഒരു പേരുണ്ട്. എന്താണ് ആ പേര്? ആ പേര് മസ്കൻ എന്നാണ്. എന്താണ് മസ്കൻ എന്ന പദത്തിന്റെ അർത്ഥം? ശാന്തിയടയും ഇടം എന്നാണ്. 30-ാം അധ്യായം സൂറത്തുർ റൂമിലെ 21-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞൊരു വാക്കാണത്. 9-ാം അധ്യായം സൂറത്തു തൗബയിലും പറഞ്ഞിട്ടുണ്ട്, വമസാകിന തർലൗനഹാ, നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ വീട് എന്ന്. അപ്പോൾ വീട് മസ്കൻ എന്ന് പറഞ്ഞാൽ ശാന്തിയടയും ഇടം, സമാധാനത്തിന്റെ താഴ്വര, കുടുംബങ്ങൾ അധിവസിക്കുന്ന വീടിന്റെ പേരാണത്. ഖേദകരമെന്ന് പറയട്ടെ, ചിലപ്പോൾ പല വീടുകളും ഇന്ന് സമാധാനത്തിന്റെ കേന്ദ്രമല്ല. ഇവിടെയാണ് പ്രശ്നം. ആ വീട്ടിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും ഭർത്താവും എല്ലാം വളരെയധികം സൗഹൃദത്തിലും സ്നേഹത്തിലും കഴിയണം. സബറും അഫുവും തങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആ വീട് ഇസ്ലാമികമായിട്ടുള്ള ഒരു കൾച്ചർ, ഒരു സംസ്കാരം അവിടെ ഉണ്ടാകണം, ഒരു സഖാഫത്ത്. അതിനുവേണ്ടിയാണ് പ്രിയമുള്ളവരെ, ആ സഖാഫത്ത് ഉണ്ടാക്കാനാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളും ബോധവൽക്കരണവും ഒക്കെ നടക്കുന്നത്. ഒരു വീട് എങ്ങനെയാണ് വീടായി മാറുന്നത്? എല്ലാ കെട്ടിടങ്ങൾക്കും നമ്മൾ വീട് എന്ന് പറയുമോ? കല്ലും മണ്ണും ഇഷ്ടികകളും കോൺക്രീറ്റുകളും ജനലുകളും വാതിലുകളും ഒക്കെയുള്ള എല്ലാ കെട്ടിടങ്ങൾക്കും വീട് എന്ന് പറയുമോ? പറയില്ല. ഒരു വീട് വീടാകുന്നത് എങ്ങനെയാണ്? അവിടെ മാതാപിതാക്കൾ ഉണ്ടാകും, വല്യമ്മയുണ്ടാകും, വല്യപ്പയുണ്ടാകും, മക്കളുണ്ട്, പേരമക്കളുണ്ട്, അല്ലേ? ഇണയും തുണയുമുണ്ട്. ഇങ്ങനെയാകുമ്പോൾ അത് വീടായി മാറുന്നത്. എത്ര മനോഹരമായ ഒരു അന്തരീക്ഷമാണ് ഒരു വീട് എന്ന് പറയുന്നത്. അപ്പോൾ ആ വീട് സമാധാനത്തിന്റെ താഴ്വരയായി മാറണം. അതിനെന്ത് വേണം? അതിന് നമ്മൾ അതിനുപോലെ കുടുംബത്തെ കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ എത്രയെത്ര ആയത്തുകളാണ് കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ സുപരിചിതമായ ഒരു വചനം, 37-ാം അധ്യായം സൂറത്തു സോഫാത്തിലെ 100-ാമത്തെ ആയത്ത്, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, എൻ്റെ റബ്ബേ നീ എനിക്ക് സ്വാലിഹായ കുഞ്ഞിനെ തരണേ.
ഒരു കുഞ്ഞിനെ തരണേ എന്നല്ല, സദ്വൃത്തനായ കുട്ടിയെ തരണം. കണ്ണിന് കുളിർമ നൽകുന്ന, കരളിന്റെ കഷ്ണങ്ങളായ, ജീവിതത്തിന് താങ്ങും തണലുമാകുന്ന, പ്രതീക്ഷയുടെ ചിറകുകൾ നൽകുന്ന നല്ല കുട്ടിയെ തരണം. ഇസ്ലാമികമായ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടും പ്രകീർത്തിച്ചുകൊണ്ടും ആ പാത പിൻപറ്റിക്കൊണ്ട് ഖുർആനും ഹദീസും ഒക്കെ അനുസരിച്ച് ജീവിക്കുന്ന മക്കളെ തരണേ എന്ന പ്രാർത്ഥന വേണമെന്നാണ് അള്ളാഹു ഖുർആനിൽ ഈ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരിൽ നിർബന്ധമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്താ? നമസ്കാരം അല്ലേ? അതെ. നമസ്കാരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കർമ്മം ഏതാ? റുകൂഉം സുജൂദും അല്ലേ? അതെ. എന്നാൽ റുകൂഇലും സുജൂദിലും ചൊല്ലേണ്ട പ്രാർത്ഥന ഏതാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതെവിടെയാണുള്ളത്? ഹദീസിൽ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് ഖുർആനും വേണം, ഹദീസും വേണം. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കുടുംബത്തിന് വേണ്ടി, സമാധാന ജീവിതത്തിന് വേണ്ടി, കുടുംബത്തിൽ നിന്ന് സന്തോഷവും കൺകുളിർമയും കിട്ടാൻ വേണ്ടി ഒരു പ്രാർത്ഥനയല്ല, ഒട്ടനവധി പ്രാർത്ഥനകൾ ഖുർആനിൽ കാണാം. നിങ്ങൾക്കൊക്കെ സുപരിചിതമായ ഒരു വചനമുണ്ട്, അധ്യായം 25 സൂറത്തുൽ ഫുർഖാൻ. അതിന്റെ അവസാന ഭാഗങ്ങളിൽ ഇബാദുർ റഹ്മാനിന്റെ സവിശേഷതകൾ വിവരിക്കുന്നുണ്ട്. ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണ്യകനായ റബ്ബിന്റെ അടിയാറുകൾ, അടിയാത്തികൾ. അവരുടെ സ്വഭാവങ്ങൾ വർണ്ണിക്കുന്നിടത്ത് എന്താ പറഞ്ഞത്? അവര് ഒരു കാര്യം, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഇതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയില്ലേ? അതിന്റെ ആശയത്തിലേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബുലന, നീ ഞങ്ങൾക്ക് ഔദാര്യമായി തരണേ, മിൻ അസ്വാജിന, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഖുർറതാഅയുൻ, കൺകുളിർമ, പിന്നെ വദുർരിയാതിന, ഞങ്ങളുടെ മക്കളിൽ നിന്നും കൺകുളിർമ തരണം. എത്ര കുടുംബങ്ങളുണ്ട് വേദന അനുഭവിക്കുന്നത്. ഭൗതികമായ വിഭവങ്ങൾ കൊണ്ട്, ഭൗതിക വിഭവങ്ങളുടെ ആധിക്യം കൊണ്ട് വീർപ്പ് മുട്ടുമ്പോഴും എത്രയോ കുടുംബങ്ങൾ ആദിയും വ്യാധിയുമായി, വേവും നോവുമായി കഴിയുന്നു അല്ലേ? എന്തേ? ഒറ്റയ്ക്ക് പോകാൻ വാഹനമുണ്ട്, ഫാമിലിക്ക് പോകാൻ 4 വീലറുണ്ട് നമ്മുടെ പക്കൽ അല്ലേ? ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ആയിട്ട് നല്ല മനോഹരമായി അലങ്കരിച്ച ബെഡ്റൂമുകളുണ്ട്, ബാത്റൂമുകളുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, കാര്യമായിട്ട് വരുമാനവുമുണ്ട്. പക്ഷേ ചില വീടുകളിൽ സമാധാനമില്ല. എന്തേ കാരണം? ഒന്നുകിൽ മക്കൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മറ്റു ചില പ്രയാസങ്ങൾ. സാമ്പത്തിക പ്രയാസമല്ല, മാനസികമായ ടെൻഷൻ അനുഭവിക്കാം, ഡിപ്രഷനാണ്, വിഷാദ രോഗമാണ്. രാത്രി കിടക്കാൻ ഉറക്കം കിട്ടണമെങ്കിൽ മരുന്ന് കഴിക്കണം, ഗുളിക കഴിക്കണം, എന്നാലേ ഉറക്കം കിട്ടുകയുള്ളൂ. ഉറക്കം കിട്ടാൻ ബെഡ്റൂമോ 10 ലക്ഷത്തിൻ്റെ, 2 ലക്ഷത്തിൻ്റെ, 3 ലക്ഷത്തിൻ്റെ. പക്ഷേ പല വീടുകളിൽ ഉറക്കമില്ലാത്ത വീടുകൾ. എങ്ങനെയാണത്? അതിന് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യം കിട്ടണം. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയുൻ, കണ്ണിന് കുളിർമ. ഈ കൺകുളിർമ എന്ന് പറഞ്ഞ ഖുർറത അയുൻ എന്നുള്ളത് മാളുകളിൽ നിന്നോ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നോ ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്നോ വാങ്ങാൻ കിട്ടുന്ന വസ്തുവല്ല. അത് നമ്മൾ തന്നെ എന്ത് ചെയ്യണം എന്നറിയാം? അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അത് ഉണ്ടാക്കാനുള്ള ചുറ്റുപാട് നമ്മൾ തന്നെ ഉണ്ടാക്കണം. നമ്മളെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കണം. അതാണ് അവിടെ പ്രധാനപ്പെട്ട പോയിന്റ്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക്, ഭക്തി പുലർത്തി ജീവിക്കുന്ന ആളുകളിൽ ഞങ്ങളെ പെടുത്തണം എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി ശരിക്ക്. മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണം എന്നല്ല പറഞ്ഞത്. പിന്നെ മുത്തഖീങ്ങൾക്ക് ഇമാമായി നിൽക്കുന്നവരെ ഞങ്ങളെ കുടുംബത്താക്കണം. മുത്തഖീങ്ങളായ ഭക്തി പുലർത്തി ജീവിക്കുന്നവർക്ക് മുന്നിൽ നടക്കുന്നവരെ ഞങ്ങളാക്കണം, ഞങ്ങളെ കുടുംബത്തെ. നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ വിഷയത്തിൽ നിന്നൊക്കെ ഉൾവലിയും, നല്ല കാര്യത്തിൽ നിന്നൊക്കെ ഉൾവലിയും. ഞങ്ങൾ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നിലല്ല നമ്മൾ നിൽക്കണ്ടേ, നമ്മൾ മുന്നിലാണ് നിൽക്കേണ്ടത്. ഇതാണ് ഈ ഖുർആനായത്ത് പഠിപ്പിക്കുന്നത്. ആയത്ത് ഇതൊക്കെ നമ്മൾ പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നുണ്ട്, പക്ഷേ നമ്മൾ ഇതെന്താണ് ഏതാണെന്ന് പലർക്കും അറിയില്ല. അറിഞ്ഞാൽ തന്നെ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. അതാണ് അവിടെ പ്രശ്നം. ഞങ്ങളെ മുന്നിൽ നിൽക്കുന്നവരാക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും കുടുംബത്തിന്റെ അവസ്ഥ നോക്കൂ നിങ്ങൾ അല്ലേ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിന്റെ കൂടെ അവിടെ ഒരു ഇണയുണ്ട്, ഭാര്യയുണ്ട് അല്ലേ? അതെ, സാറയുണ്ടായിരുന്നു, പിന്നെ ഹാജറ ഉണ്ടായിരുന്നു. ചരിത്രം അങ്ങനെയാണല്ലോ നമുക്ക് പറഞ്ഞു തരുന്നത്.
ത്യാഗസുരഭിലമായ ഒരു ജീവിതത്തിന് താങ്ങായി തണലായി ഒറ്റക്കല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇബ്രാഹിം നബിക്ക് താങ്ങും തണലുമായി സ്വന്തമായി സാന്ത്വനമായി ഹാജറ ബീവി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വെള്ളവും വെളിച്ചവും കൈക്കനികളുമില്ലാത്ത അക്കാലത്തെ ഊഷര ഭൂമിയായ മക്കയിലേക്ക് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തന്റെ ഇണയെയും കുഞ്ഞു പൈതലിനെയും കൊണ്ട് പോകുമ്പോൾ മക്കയിൽ കൊണ്ടുചെന്നാക്കിയപ്പോൾ അള്ളാഹിന്റെ കൽപ്പന വന്നു, ഇബ്രാഹിം നിങ്ങൾ അവിടെ താമസിക്കണ്ട, നിങ്ങൾ പോയി ദൈവത്തിന് പോകണം, ഷാമിലേക്ക് പോകണം. റബ്ബിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഈ ഉമ്മയെയും ഭാര്യയെയും കുഞ്ഞിനെയും അവിടെ വിട്ടേച്ചു പോകുന്ന രംഗം ഇവിടെ വിശദീകരിക്കേണ്ട, നിങ്ങൾക്കറിയുന്നതാണ്. ഹാജറ ബീവി തന്റെ കുഞ്ഞിനു വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടം അതാണ് അവിടെ. കയ്യിൽ കരുതിയ തോൽപാത്രത്തിലെ വെള്ളം തീർന്നു, പിന്നെ ഏതാനും കാരക്കയുണ്ടായിരുന്നു, അതും തീർന്നു. കുട്ടി പൊട്ടിക്കരഞ്ഞ് വാവിട്ട് കരയാൻ തുടങ്ങുന്നു. പക്ഷെ അവിടെ മാറത്തടിച്ച് നിലവിളിച്ച് ഇരിക്കല്ല, പിന്നെ വെള്ളം അന്വേഷിച്ചു പോവുകയാണ്. ഒരു ജീവായി അവിടെ എന്നാലും പ്രതീക്ഷ അർപ്പിക്കണം. അള്ളാഹുവിലുള്ള തവക്കുലാണത്. സഫയിലേക്ക് കയറുന്നു. ആ കുന്നിൻ ചെരുവുകളിലേക്ക് കയറി താഴ്വാകരത്തുകൂടെ ഏതെങ്കിലും യാത്രാ സംഘങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒരു തുള്ളി വെള്ളയിട്ട കുഞ്ഞുമോർക്ക് കിട്ടാൻ ആരെയും കാണുന്നില്ല. അവിടുന്ന് തിരിച്ചു മർവായിലേക്ക് പോകുന്നു. മർവയിൽ പോയി അവിടെയും പരതി നോക്കുന്നു, കാണുന്നില്ല. 7 നടത്തമാണ് അല്ലേ. പിന്നെ കാണുന്നത് സംസമാണ്. അത്ഭുതമാണത്. ഇത് ശരിക്കും നമ്മളെ സഹോദരിമാർ ചിന്തിക്കണം. അള്ളാഹുവിൽ തവക്കുലാക്കി ഈമാനും തഖ്വയോടും കൂടി നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറുണ്ടോ, പടച്ചോൻ നമുക്കൊരു മാർഗം തുറന്നു തരും. ഇത് വെറുതെ പറഞ്ഞതല്ല, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ആര് അള്ളാഹുവിന് തഖ്വ പുലർത്തി തവക്കുലാക്കി ജീവിക്കാൻ തയ്യാറുണ്ടോ, അള്ളാഹുവിൽ തവക്കുലാക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു മതിയായവനാണ്. ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറുണ്ടോ, അവന് അള്ളാഹു തആല ഒരു പോംവഴി, ഒരു സൗകര്യപ്പെടുത്തി കൊടുക്കും. എല്ലാത്തിനും ഒരു സൗകര്യം ചെയ്തു തരും. ഭൗതികമായി ചിന്തിക്കുമ്പോൾ ഒരിക്കലും കിട്ടാത്ത കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഉദവി തുറന്നു തരുന്നു അല്ലാഹു തആല. ഇതൊക്കെ എത്രയോ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഒരു കുടുംബം, ഒരു ഇണ അല്ലേ? അതെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങും തണലുമായിട്ടുണ്ട് ഇണ. അതാണ് ആ വീട് സമാധാനത്തിന്റെ നികേതനായി മാറുന്നത്. തൻ്റെ 40ാമത്തെ വയസ്സിൽ ഹിറായിലേക്ക് പോവുകയാണല്ലോ ധ്യാനത്തിന്. ഹിറ കണ്ടവരുണ്ടാകും. നമ്മളൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ കയറ്റം കയറിയത് ഇക്കാലത്ത്. അപ്പൊ അക്കാലത്തെ എത്രമാത്രം ദുർഘടം പിടിച്ച കല്ലും മുള്ളും നിറഞ്ഞ കാട്ടുപാതയായിരിക്കും അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഖദീജ ബീവി ഭക്ഷണം പാകം ചെയ്ത് റസൂലിനെ ഏൽപ്പിക്കുന്നു. ചരിത്രത്തിൽ വായിക്കുന്നതും കാണുന്നു. അല്ലാഹു ആലം. ഖദീജ ബീവി ആ കുന്നും മലകളും താണ്ടിക്കടന്ന് ഹിറായിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു. നമുക്ക് ഒരു വട്ടല്ലേ കയറാൻ കഴിയുള്ളൂ, 2ാമത്തെ വട്ടം നമ്മൾ കയറൂല. താങ്ങായി തണലായി ഒരു കുടുംബം, അതാണ് പറഞ്ഞത്. അപ്പോൾ ആ വീട് സമാധാനത്തിൻ്റെതാകും. ഇനി നോക്കൂ നിങ്ങൾ, ചരിത്രം എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ 40ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിക്കുന്നു. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇത് ഫസ്റ്റിൽ കേൾക്കല്ലേ? അക്ഷരാഭ്യാസമില്ലാത്ത ഒരു പ്രവാചകൻ, സ്കൂള്, കോളേജ്, ദർസ്, വീട്ടിൽ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. ജിബ്രീലിൻ്റെ ആ ഇറുക്കിപ്പിടുത്തത്തിൽ അല്ലേ ഭയചകിതനായി വീട്ടിലേക്ക് വരുന്നു. തപിക്കുന്ന ചുണ്ടുകൾ, ചുട്ടുതിളക്കുന്ന ഹൃദയം, വിറക്കുന്ന കൈകാലുകൾ. എന്നെ പുതപ്പിച്ചു തരൂ ഖദീജ, എനിക്ക് പേടിയാകുന്നു. അവിടെ നാട്ടി അകറ്റിയോ? ഇല്ല. നിങ്ങൾ എന്തിനാണ് അങ്ങനെ പോയതെന്ന് ചോദിച്ചോ? ഇല്ല. സമാധാനം, മസ്കൻ നമ്മളെ വീടായി മാറൽ അങ്ങനെയാണ്. എങ്ങനെയാണ്? ലാ തഖഫ് വലാ തഹ്സൻ. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, വ്യസനിക്കേണ്ടതുമില്ല. അള്ളാഹു താങ്കളെ കയ്യൊഴിക്കില്ല. താങ്കൾ അതിഥികളെ മാന്യമായി സൽക്കരിക്കുന്നവരാണ്, പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നവരാണ്. താങ്കൾ അല്ലമീനാണ്, വിശ്വസ്തനാണ്. നോക്കൂ, 15 വർഷക്കാലത്തെ ദാമ്പത്യ ജീവിതത്തിൽ തൻ്റെ ഇണയെ സംബന്ധിച്ച് കൃത്യവും വ്യക്തവുമായി അനുഭവിച്ചറിഞ്ഞവരാണ്. സമാധാനിപ്പിക്കുന്നു. പേടിച്ചു വന്നത് താങ്ങായി, തണലായി, സ്വന്തമായി, സാന്ത്വനമായി.
അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ചരിത്രം. ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൊണ്ട് അക്കാലത്തെ വേദ പണ്ഡിതനായ വറഖത്ത് ബിൻ നൗഫലിന്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നു. ഇവരുടെ ഒരു വകയിൽ അമ്മാവനാണ് അവൻ. ഇങ്ങനെ ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് വറഖത്തിനോട് പറയുന്നു. വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന വേദപണ്ഡിതൻ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് പറയും, ഇത് ഞങ്ങളുടെ വേദപുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള ഒരു അന്ത്യദൂതനുണ്ട്, അതന്നെ ആയിരിക്കും ഇത് തന്നെയാണ്. ഈ മനുഷ്യനെ ഈ നാട്ടുകാർ ആട്ടിയോടിക്കും, ഈ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കില്ല, പല പ്രയാസങ്ങളും സഹിക്കേണ്ടി വരും. ഖദീജ ബീവി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ അല്ലമീൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ആളെ ആട്ടിയോടിക്കുക, അത് സംഭവിച്ചും ചെയ്തില്ലേ? ഒരു വാക്കുകൂടി വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞതായി ചരിത്രത്തിൽ കാണുന്നു. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അങ്ങയുടെ കൂടെ ഞാനുണ്ടാവുന്നു. പക്ഷെ ഏറെക്കാലം കഴിഞ്ഞില്ല, പെട്ടെന്ന് അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് ചരിത്ര വായന. അല്ലാഹു അഅലം. ഞാൻ പറഞ്ഞു വരുന്നത്, തൻ്റെ ഇണക്ക് ഒരു പ്രയാസം വന്നപ്പോൾ അവിടെ കൂടുതൽ പ്രയാസപ്പെടുത്തുകയല്ല, മുറിവിൽ ഉപ്പ് പുരട്ടുകയല്ല, മുളക് തേൽക്കുകയല്ല, ആളിക്കത്തുന്ന തീയിലേക്ക് മണ്ണെണ്ണയും പെട്രോളും ഒഴിച്ച് അത് ആളിക്കത്തിക്കുകയല്ല, കെടുത്താൻ ശ്രമിക്കുന്നു. ഇതാണ് നമ്മളെ വീട്ടിൽ വേണ്ടത്, നമ്മളെ കുടുംബത്തിൽ വേണ്ടതാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അകൽച്ചയോ വിടവോ വിള്ളലോ ഉണ്ടാണ്, വേഗം അത് അടച്ചു കളയണം. അതിനെ വീണ്ടും ഊതി വീർപ്പിക്കാൻ ശ്രമിക്കരുത്. മാന്തി മാന്തി ചൊറിഞ്ഞ് 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 വലിയ വിടവുകൾ ഉണ്ടാക്കരുത്. ഇത് ഈമാനുള്ള സഹോദരന്മാരെ, എൻ്റെയും നിങ്ങളുടെയും ബാധ്യതയാണിത്. ഞാൻ എൻ്റെയും നിങ്ങളുടെയും എന്ന് പറയുന്നത്, ഇത് ഞാൻ നിങ്ങൾ എന്നുള്ള അനന്തരം ഇവിടെയില്ല, അന്തരം ഇവിടെയില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത സുൽഹുണ്ടാക്കണം, അതാണ് വേണ്ടത്. ഇവിടെ ഖദീജ ബീവിക്ക് അങ്ങേയറ്റത്തെ സ്നേഹമാണ്. അപ്പോൾ ഈ പ്രബോധന വീതിയിൽ ഒരു ഇണ ഉറച്ചു നിൽക്കുകയാണ്. ആ വീടിൻ്റെ പേരാണ് മസ്കൻ എന്ന് പറയുന്നത്. ഇത് നമ്മളെ കുടുംബ ജീവിതത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എങ്ങനെ പെരുമാറണം? ഇനി നമ്മളൊക്കെ ഭർത്താവാണ്, വാപ്പയാണ്, മകനാണ്, മകളാണ്, ഇതൊക്കെയാണല്ലോ നമ്മളിവിടെ ഉള്ള എല്ലാവരും. നമ്മൾ വീട്ടുകാരിൽ എന്തെങ്കിലും നമുക്കൊരു ഭക്ഷണം വിളമ്പി തന്നാലോ അതിൻ്റെ കുറ്റും കുറവ് ഒരിക്കലും പറയാൻ പാടില്ല. നേരെ മറിച്ച് നസീഹത്താവട്ടെ, അതൊന്നും കൂടി ഇങ്ങനെ ശരിയായ ഇങ്ങനെ ആകാമായിരുന്നു എന്നൊക്കെ പറയാം. അടച്ചാക്ഷേപിക്കരുത്, ന്യൂനതകൾ മാത്രം പറയുക, നെഗറ്റീവ് മാത്രം പറയരുത്. അത് കുടുംബ ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കും. ഞാനിങ്ങനെ ആലോചിച്ചു പോവുകയാണ്. നിങ്ങൾ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവും, 1962 മാധവിക്കുട്ടി, അന്നത്തെ മാധവിക്കുട്ടി, പിന്നെ കമലാസുരയായി, അവരെഴുതിയ ഒരു നോവലുണ്ടല്ലോ, നെയ്പായസം എന്നാണ് അതിൻ്റെ പേര്. അതിലൊരു കഥ ഇതാണ്. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പാവം സ്ത്രീ തൻ്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി പകലന്തിയോളം അടുക്കളയിൽ പണിയെടുക്കുന്നു. ആ പാവം സ്ത്രീ ഒരു ദിവസം അടുക്കളയുടെ ചൂലിൻ്റെ ചാരത്ത് കുഴഞ്ഞു വീണു മരിച്ചു. അച്ഛനും മക്കളും പൊട്ടി 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 കരയുകയാണ്. ശവദാഹം കഴിഞ്ഞു വൈകുന്നേരം മക്കൾ പറഞ്ഞു, അച്ഛാ വിശക്കുന്നു എന്ന്, എന്തെങ്കിലും ഭക്ഷണം തരുമെന്ന്. അച്ഛൻ അടുക്കളയിൽ കയറിയപ്പോൾ കണ്ടത് മൂടി വെച്ച കുറച്ച് പാത്രങ്ങളാണ്. ആ പാത്രങ്ങൾ ഓരോന്ന് തുറന്നു നോക്കിയപ്പോൾ ഒരു പാത്രത്തിൽ ചോറ്, വേറൊരു പാത്രത്തിൽ കുറച്ച് ചപ്പാത്തി, വേറൊരു പാത്രത്തിൽ കറി, വേറൊരു പാത്രത്തിൽ ഉപ്പേരി, വേറെ ഒരു കൊച്ചു സ്ഫടിക പാത്രത്തിൽ നെയ്പായസം. അദ്ദേഹം മക്കളോട് പറഞ്ഞു, നമുക്ക് വേണ്ടി നമ്മുടെ അമ്മ ഉണ്ടാക്കി വെച്ച അവസാനത്തെ ഭക്ഷണമാണിത്. പക്ഷെ അയാൾ പറഞ്ഞൊരു വാക്കുണ്ടപ്പം, ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഇന്ന് വരെ ഞാൻ അവൾക്കൊരു അഭിനന്ദനം കൊടുത്തിട്ടില്ലല്ലോ. ഇങ്ങനെയൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഭക്ഷണം പറഞ്ഞില്ലല്ലോ. മരിച്ചിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അതാണ് ആ കഥ പറയുന്നത്. നമുക്കല്ലെങ്കിലും ഈ കാലഘട്ടത്തിൽ നിന്നല്ല എക്കാലഘട്ടത്തിലുള്ളതാണ്. മരിച്ചാലാണ് ശത്രു മിത്രമായി മാറുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അനുശോചന യോഗങ്ങളിലൊക്കെ ഇന്നലകളിൽ വരെ കടിച്ചു കീറി കുറ്റും കുറവും പറഞ്ഞ് ചാനലിലും അവിടെയും ഇവിടെയൊക്കെ പറഞ്ഞ് മരിച്ചാൽ പിന്നെ അങ്ങനത്തെ വേറെ മനുഷ്യൻ ലോകത്ത് വേറെ ഉണ്ടായിട്ടാവില്ല. അങ്ങനെ പറയണം. അത് പറയണോ പറയണ്ട എന്നുള്ള ചർച്ചയല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയത്തെ പറ്റിയാണ് പറയുന്നത്. മരിച്ചപ്പോഴാണ് ഖേദം പറയുന്നു. എന്നാലേ
ഇതിന് ലോകത്തിൻ്റെ ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ശരിക്ക് അതിൻ്റെ ചരിത്രം കാണാം. കഥല്ല, കെട്ടുകഥയല്ല, കെട്ടുകാഴ്ചകളുമല്ല, സത്യം. നിങ്ങൾക്കറിയാം സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ വിശന്നൊട്ടിയ വയറുമായി വീട്ടിലേക്ക് വരികയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹായോട് ചോദിച്ചു, ആയിഷ എന്താണ് ഭക്ഷണമുള്ളത്, വല്ലാതെ വിശക്കുന്നു. അള്ളാഹിൻ്റെ റസൂലെ, ഇവിടെ റൊട്ടിയുണ്ട്, ഹുബ്സ്, നമ്മൾ കുബൂസ് എന്ന് പറയും. ശരി, അത് എടുക്കുമെന്ന് പറഞ്ഞു. ആ റൊട്ടി തിന്നാൻ നേരത്ത് പറഞ്ഞ് കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരുമെന്ന്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ വീട്ടിൽ കറിയായിട്ടൊന്നുമില്ല. നമ്മളെ വീട്ടിലൊക്കെ 2 3 ഉണ്ടാവും ചിലപ്പോൾ. ഉണ്ടാക്കി വെച്ച കറി ഫ്രിഡ്ജിലും ഉണ്ടാവും ചിലപ്പോൾ. തണുപ്പിക്കാനുള്ള സംവിധാനമുണ്ട്, തണുത്തത് ചൂടാക്കാനുള്ള സംവിധാനം വേറെ ഉണ്ട്, ഒക്കെ ഉണ്ട് നമ്മളെ വീട്ടിൽ. കറിയായിട്ടൊന്നുമില്ല. അവിടുന്ന് പറഞ്ഞു സുർക്കയുണ്ട് എന്ന്. ഓ, സുർക്ക എടുക്ക. അങ്ങനെ ആ സുർക്കയിൽ ഈ റൊട്ടി, ഉണക്ക ചപ്പാത്തി അല്ലെങ്കിൽ ഉണക്ക റൊട്ടി മുക്കി തിന്നുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ആയിഷ, സുർക്ക നല്ല കറിയാണ് കേട്ടോ എന്ന്. നമുക്കങ്ങനെ പറയാൻ കഴിയുമോ? അങ്ങാടിയിൽ നിന്ന് വില കുറച്ച് വാങ്ങാൻ കിട്ടുന്ന വസ്തുക്കളിൽ ഒന്ന് ഏതാണ്? സുർക്കയാണ്. മറ്റൊന്ന് ചിലപ്പോൾ ഉപ്പായിരിക്കും. ഉപ്പിനേക്കാളും വില കുറവാണ് സുർക്കക്ക്, കുപ്പിൻ്റെ പൈസ ആയിരിക്കും. ആ സുർക്ക കിട്ടുമ്പോഴാണ് അഭിനന്ദിച്ചുകൊണ്ട് പറയുന്നത്, ഞാനും നിങ്ങളും കത്താത്ത വിറക് ഊതി ഊതി കത്തിച്ച് കരയുന്ന കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് നമ്മളെ ഉമ്മയോ പെങ്ങളോ ഭാര്യയോ മകളോ ഒരു ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ അതിൻ്റെ ഗുണം പറയാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടുന്ന എന്തൊരു ആശ്വാസമായിരിക്കും. ആ വീടിൻ്റെ പേരാണ് മസ്കൻ, ശാന്തി അടയുണ്ടം. അവർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. അല്ലെങ്കിൽ കുറ്റം കുറവാണ്, അതിൻ്റെ പേരിൽ 3-4 ലോക മഹായുദ്ധാവും ഉണ്ടാവുക. അപ്പോൾ പിന്നെ അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് പ്രശ്നങ്ങളായി. ഇസ്ലാമിക കുടുംബം എന്ന് പറഞ്ഞാൽ മാതൃകാ കുടുംബമാണ്. അതാണ് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നമ്മുടെ വീട്ടിലെ സാമൂഹിക അന്തരീക്ഷവും സ്നേഹത്തിൻ്റെ ആ തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയും മറ്റുള്ളവർ അതിൻ്റെ സുഗന്ധം അനുഭവിക്കണം, അവരെ കണ്ടു പഠിക്കൂ എന്ന്. അത് നമുക്കൊരു തൗഹീദി പാന്താവിലും ഒരു വലിയ മാറ്റമാണ്. ആളുകൾ ഇതിലേക്ക് വരും, ഇതിനെപ്പറ്റി പഠിക്കാൻ തയ്യാറാകും. എന്തുകൊണ്ടാണ് ഈ കുടുംബം ഇങ്ങനെ മാറുന്നത്? ഇവിടെ ഖുർആനും ഹദീസും പഠിക്കുന്നുണ്ട്. ഖുർആൻ ഹദീസ് പഠന ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അവിടുത്തെ പഠിതാക്കളാണ് ആ കുടുംബം ഒന്നായിട്ടാണ് വരുന്നത്. എത്ര കുടുംബങ്ങളുണ്ട് അങ്ങനെ ഖുർആൻ പഠിക്കുന്നത്? നിങ്ങൾ ആലോചിച്ചു. ഞാൻ ഇവിടെ ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, ഞാൻ പറയണം. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്, കുറച്ച് ആളുകളെ വരുള്ളൂ, എന്നാലും ഉള്ളവർക്ക് നമ്മൾ എടുത്തുള്ളൂ. സ്ത്രീകളും കുട്ടികളും ഭർത്താവും ആങ്ങളെയും പെങ്ങളൊക്കെ വന്ന് ക്ലാസ്സിലിരിക്കാം, ഒരുമിച്ചിരിക്കാം. ഇതിന് മാത്രം ഒരുമിച്ചിരിക്കില്ല, ബാക്കി എല്ലാത്തിനും നമ്മൾ ഒരുമിച്ച് പോകും. ടൂർ ഒരുമിച്ച് പോകും, ഭക്ഷണം ഒരുമിച്ച് കഴിക്കും. പക്ഷെ നിസ്കാരം ഒരുമിച്ചില്ല. അതൊറ്റക്കൊറ്റക്ക് അവനാൻ്റെ റൂമിൽ വെച്ച് നിസ്കരിക്കുക. അങ്ങനെയില്ലേ? വീടുകളിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ ഓരോരുത്തർ അവനാൻ്റെ മുസല്ലയിട്ട് പോകും. ഡൈനിങ് ഹാളിൽ നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ട് 27 ഇരട്ടി പ്രതിഫലം കിട്ടുന്ന നമസ്കാരം തോളോട് തോൾ ചേർന്ന് നിർവഹിച്ചുകൂടാ? അതിലൊക്കെ ഒരു വലിയ മാനസിക അടുപ്പമുണ്ട്. അതൊക്കെ തന്നെയാണ് ഇസ്ലാം ഈ ജമാഅത്ത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞത്. സാമൂഹിക ബന്ധത്തിന് ഊഷ്മളത നൽകുന്നു പള്ളിയിലെ ജമാഅത്ത് നമസ്കാരം. ഒരു മഹല്ലിലെ നിവാസികൾ എല്ലാവരും പള്ളിയിലെ എല്ലാ 5 നേരം ഒത്തുകൂടി നിസ്കരിക്കുമ്പോൾ അവിടെ എന്തൊക്കെ സൗഹൃദം. ഞാൻ ഏകദേശം 2 മാസം മുമ്പ് ഒരു ആലപ്പുഴയിലേക്ക് രാവിലെ യാത്ര ചെയ്യുമ്പോൾ സുബഹിക്ക് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എടക്കഴിയൂരാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അവിടെ ഒരു പള്ളിയിൽ സുബഹി നിസ്കരിക്കാൻ കൂടിയാണ്. ഞങ്ങൾ എത്തിയപ്പോൾ സുബഹി ജമാഅത്ത് കഴിയാറായിട്ടുണ്ട്. ഞങ്ങൾക്കൊരു റക്അത്ത് കിട്ടി. അവിടെ കണ്ട കാഴ്ച, സലാം വീട്ടി പിരിയുന്നതിന് മുമ്പായി എല്ലാവരും തമ്മിൽ കൈ കൊടുത്ത് സലാം പറഞ്ഞിട്ടാ പിന്നെ എല്ലാവരും. എനിക്കത് വല്ലാത്തൊരു ആകർഷണീയത ഉണ്ടായി. ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എല്ലാവരും എന്തൊരു ആ ഒരു ഐക്യം നോക്കി നിങ്ങൾ. ആ കൈയൊക്കെ കൊടുക്കുമ്പോൾ ആ മുസാഫഹത്ത് ചെയ്യുമ്പോഴുള്ളത് അല്ലേ, ആ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയാണത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിക കുടുംബത്തിൻ്റെ സവിശേഷതകൾ നമ്മൾ ദീനിൽ നിന്ന് ശരിക്കും പഠിക്കണം. നമ്മുടെ വീട്ടിലെ സമാധാന അന്തരീക്ഷം നമ്മുടെ മക്കൾ കാണണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിന്റെ ഇണയിൽ ഇവിടെ വായിൽ വെച്ച് കൊടുക്കുന്ന ആ ഉരുളക്ക് പോലും പുണ്യമുണ്ടെന്ന്. അത് മക്കൾ കാണണം. അതാണ് സ്നേഹം. പല മക്കളും പല വീടുകളിൽ കാണുന്നത് അടിയും ഇടിയും തൊഴിയും വഴക്കും വക്കാണവും കണ്ണുരുട്ടലും ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ചില പെൺകുട്ടികൾക്ക് ഇപ്പോൾ തോന്നുകയാണ്, ഇതെന്തിനാണ് ഇങ്ങനത്തെ ഒരു ജീവിതം, നമുക്ക് വേണ്ട, കല്യാണം വേണ്ട. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാനൊരു വീട്ടിൽ നിന്ന് കേട്ടത്, 30 വയസ്സ് പിന്നിട്ട ഒരു ചെറുപ്പക്കാരൻ പറയുന്നു, എനിക്ക് വിവാഹം വേണ്ട എന്ന്. അവർ വല്യമ്മ പറഞ്ഞതാണ്. എൻ്റെ പേരക്കുട്ടി ഇങ്ങനെ പറയുന്നു,
ഒരുപാട് പെൺകുട്ടികൾ വിവാഹം വേണ്ട എന്ന് പറയുന്നു. അവരൊക്കെ അവസാനം കുറേ പരിക്കുകൾ പറ്റിയിട്ടാകും വരിക. അതിനൊക്കെ കാരണം പറയും, ഞങ്ങൾക്ക് ജോലിയുണ്ടല്ലോ, ഞങ്ങൾക്ക് നട്ടല്ലോടുകൂടി നിൽക്കാൻ കഴിയുന്നു. എന്നും നട്ടല്ലോടുകൂടി നിൽക്കാൻ കഴിയില്ല. ജീവിതത്തിനൊരു അസ്തമയമുണ്ട്. അന്ന് നമ്മെ താങ്ങാൻ ഒരാൾ വേണം. ഒരു മുന്തിരി വള്ളിക്ക് പടർന്ന് പിടിക്കാൻ ഒരു താക്കം വേണമെങ്കിൽ മനുഷ്യനെന്ന് പറയുന്ന സാമൂഹ്യ ജീവിക്ക് ഒരു താങ്ങ് അനിവാര്യമാണ്. ബാപ്പ വേണം, ഉമ്മ വേണം, മക്കൾ വേണം, കുടുംബം വേണം, ഇണ വേണം, തുണ വേണം. ഇതാണ് ഇസ്ലാം പറയുന്നത്. എത്ര വചനങ്ങൾ പ്രിയമുള്ളവരെ. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം, അപ്പോൾ പുരുഷൻ്റെ ഒരു കുടുംബത്തിൻ്റെ നാഥൻ എന്ന് പറയുന്നത് പുരുഷനാണ്. സാമ്പത്തിക ഉത്തരവാദിത്വം ഏൽക്കേണ്ടത് പുരുഷനാണ്. ഇസ്ലാം ഓരോരുത്തർക്കും ഓരോന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആണിന് എന്തൊക്കെയാണ് ഡ്യൂട്ടി, പെണ്ണിന് എന്തൊക്കെയാണ് ഡ്യൂട്ടി. ആണിനെ പോലെയല്ല പെണ്ണ്, പെണ്ണിനെ പോലെയല്ല ആണ്. ഖുർആനിൽ വളരെ തീർത്ത് പറഞ്ഞൊരു സംഗതിയാണത്. ഇവിടെ ചില ആളുകൾ ആണും പെണ്ണൊക്കെ ഒന്ന് തന്നെയാണ്, ഒരുപോലെയാണ്. അല്ല, ഒരുപോലെയല്ല, വ്യത്യസ്തങ്ങളായിട്ടുള്ള രണ്ട് അസ്തിത്വങ്ങളാണ്. അത് അള്ളാഹു മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ തന്നെ അങ്ങനെയാണ് ആക്കിയത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരാണിന് ഒരു പെണ്ണിന്റെ കൂറ്റാണെങ്കിൽ അതൊരു പോരായ്മയായിട്ടല്ലേ നമ്മൾ കാണുക? ആ കേസ് വേണ്ട, പെൺകൂറ്റാണെന്ന് അറിയാണ്ട് വേണ്ടെന്നറിയാം. ഞാനൊരു വിവാഹത്തിന് ബന്ധപ്പെട്ട് പറയട്ടെ, ഒരു പെണ്ണിന് ഒരാണിന്റെ കൂറ്റാണെങ്കിൽ ഇഷ്ടപ്പെടുമോ? അതെന്താ ഇഷ്ടപ്പെടാത്തത്? ആണാണ്, പെണ്ണ് പെണ്ണാണ്. ആണിന് അള്ളാഹു ചില ഉത്തരവാദിത്തം, അവനാണ് കായിക ബലവും ശക്തിയും ധൈര്യവും സ്ഥൈര്യവും മനക്കരുത്തും പെണ്ണിനേക്കാൾ കൂടുതലുള്ളത്. അതുകൊണ്ട് അവൻ പുറത്തുപോയി അധ്വാനിച്ച് ജീവിതത്തിൽ ഭാര്യയെയും മക്കളെയും പോറ്റണം. ഭാര്യയുടെ ഡ്യൂട്ടി എന്തെന്ന് വെച്ചാൽ അവർക്ക് അല്ലാഹു തആല അവരുടെ സൃഷ്ടിപ്പിൽ തന്നെ നൽകിയ ഏതാനും ചില സവിശേഷതകളുണ്ട്. ഗർഭം ചുമക്കുവാനും പ്രസവിക്കുവാനും കുഞ്ഞുങ്ങളെ പോറ്റുവാനും അമ്മിഞ്ഞ പാൽ കൊടുക്കാനും പുരുഷൻ ഒരിക്കലും കഴിയില്ല. ഈ അടുത്തുണ്ടായ സംഭവങ്ങൾ നിങ്ങൾക്കറിയാലോ. ലിംഗവ്യത്യാസത്തിൽ ഉണ്ടായ സംഭവങ്ങൾ, അത് പ്രസവിച്ചതും കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ അതിലേക്ക് പോകില്ല. ഈ പുതിയ കാലഘട്ടത്തിൽ പോലും ഞാൻ പറഞ്ഞാൽ അത് പ്രശ്നമൊന്നുമില്ല. ആദില നൂറ സംഭവങ്ങൾ, ലെസ്ബിയൻ, ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ്. ഇന്ന് അതാണ് ചാനലുകൾ ഹൈലൈറ്റ് ചെയ്യണത്. അതെന്താ, നമ്മളെ കൗമപ്പെട്ടതാണ്. ഇതൊക്കെ കാണുന്ന കുട്ടികൾക്കിടയിൽ എന്താ ഞങ്ങൾക്കും ഇങ്ങനെ ആയാൽ ഇതന്നെയല്ലേ നല്ലത്? സൗഹൃദം അങ്ങനെയാണോ വേണ്ടത്? ലൂത്തിന്റെ ജനതയെ അള്ളാഹു എങ്ങനെയാണ് നശിപ്പിച്ചത് എന്ന് നമ്മൾ ശരിക്കും പഠിക്കണം. ഞാൻ സൂചന തരികയാണ്, ആഴത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ കുടുംബമായി നിലകൊള്ളണം. ഒരു പെണ്ണ് ജോലി ചെയ്യൽ നിർബന്ധമില്ല, അവൾ ജോലിക്ക് പോകൽ നിർബന്ധമില്ല. അവൾ ഇനി ജോലിക്ക് പോയെങ്കിലും തന്നെ അവരുടെ ശമ്പളം ചോദിച്ചു വാങ്ങാനുള്ള അർഹതയും പുരുഷനില്ല. അതിൻ്റെ ശമ്പളം കാണിട്ട് പറയരുത്, കൊടുക്കുക, അതും അതിൻ്റെ മാന്യത, ചോദിച്ചു വാങ്ങാൻ പറ്റില്ല. സ്ത്രീക്കുള്ള ഉത്തരവാദിത്തം അവർ വീടിൻ്റെ വിളക്കാണ്. മക്കളെ പരിപാലിക്കണം, വീട് വൃത്തിയാക്കണം, വീട് പരിപാലിക്കണം. വീട് വൃത്തിയാക്കാൻ അടുക്കി തടച്ച് ജീവിക്കാന്നുള്ള അർത്ഥത്തിലല്ല. നിങ്ങൾക്കറിയാലോ, ഒരു വീട് എന്ന് പറയാൻ എന്തൊക്കെ ചുറ്റുപാടുകളുണ്ട്. അത് ചെയ്യാൻ അവിടെ ഒരാൾ വേണം. കുട്ടികളെ ശരിക്കും പരിപാലിക്കണ്ടേ? ബാപ്പയുടെയും ഉമ്മയുടെയും സാന്നിധ്യമില്ലാതെ മക്കൾ വളർന്നാലുണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എല്ലാവർക്കും അറിയാം അതിൻ്റെ അവസ്ഥ എന്താണെന്ന്. ആ കുടുംബം ആകെ താറുമാറാകും. ഞാൻ ശരിക്കും അനുഭവത്തിലുള്ളൊരു വിഷയം പറഞ്ഞു. ബഹ്റൈനിൽ താമസിക്കുന്ന ഒരു കുടുംബം. ബാപ്പ ഡെന്റിസ്റ്റാണ്, ഉമ്മ ENT സ്പെഷ്യലിസ്റ്റാണ്. ബഹ്റൈനിലെ നല്ല ഹോസ്പിറ്റലിൽ നല്ല ശമ്പളമാണ്. 3 ആൺകുട്ടികളാണ്. അവരെ ദീനിയായിട്ടൊന്നും പഠിപ്പിച്ചിട്ടില്ല. മദ്രസയിലോ ട്യൂഷനോ ഒന്നും കൊടുത്തില്ല. മദ്രസയിൽ പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ ശരിക്കും ജീവിക്കുന്ന ഉദാഹരണമാണ്. മക്കൾക്ക് ദീനേ ഇല്ല. മൂത്തവൻ കല്യാണം കഴിച്ചു, 5 കൊല്ലം ജീവിച്ചു, ഡിവോഴ്സായി. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്ത് ഡിവോഴ്സായി. പെണ്ണ് ബിടെക് കഴിഞ്ഞതാണ്, ജോലിക്കാരിയാണ്. ചെക്കൻ ഡെന്റിസ്റ്റാണ്. ബാപ്പ ഡെന്റിസ്റ്റ്, ചെക്കനും ഡെന്റിസ്റ്റ്. ഞാനത് പറയാൻ കാരണം, ബലിപെരുന്നാളിൻ്റെ തലേ ദിവസം ആലപ്പുഴയിലെ ഫാമിലി കോർട്ടിൽ വെച്ച് ആ ബന്ധം അവസാനിച്ചു. ഈയുള്ളവൻ അതിന് സാക്ഷിയായ വ്യക്തിയായതുകൊണ്ട് പറയാം. കുറേ സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല, കുടുംബജീവിതത്തിൽ സമാധാനമില്ല. എന്തേ കാരണം? മക്കളോടുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്, എനിക്കും നിങ്ങൾക്കും. ആ ഉത്തരവാദിത്തം നമ്മൾ കൃത്യമായി നിർവഹിക്കണം. ഒരു കുഞ്ഞ് ആദ്യമായി ഭാഷ പഠിച്ചത് വീട്ടിൻ്റെ അകങ്ങളിൽ നിന്നാണ്. നമ്മൾ ആദ്യമായി ഒന്ന് പിടഞ്ഞത്, ഒന്ന് ശ്വസിച്ചത്, വെള്ളം കുടിച്ചത്, ഭക്ഷണം കഴിച്ചത് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ വെച്ചാണ്. ആദ്യമായി പല ഒച്ചകൾ, ശബ്ദങ്ങൾ കേട്ടത് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ വെച്ചാണ്. വീട്ടിൽ നിന്ന് അകത്തളങ്ങളിൽ നിന്നാണ് ബാലപാഠങ്ങൾ പഠിച്ചത്. എത്രയെത്ര അക്ഷരങ്ങൾ, വാക്കുകൾ, ജുംലകൾ നമ്മൾ പഠിച്ചു.
ആളുകളെ തിരിച്ചറിഞ്ഞു. LKG-ക്കും UKG-ക്കും 1-ാം ക്ലാസ്സിലേക്കും ചേർക്കുന്നതിന് മുമ്പ് കുട്ടി എത്രയെത്ര ആശയങ്ങളാണ് പഠിച്ചത്. ഉമ്മ ആരാണെന്ന്, ഉപ്പ ആരാണെന്ന്, മൂത്താപ്പാര്, അമ്മായിയാര്, എളാമാര്, എളീമയാര്, ഇക്കാക്കാര്, ഇത്താത്താര്, ഇതൊക്കെ തിരിച്ചറിഞ്ഞത് വീട്ടിൽ നിന്നാണ്. ഈ വീട് വേണ്ട എന്നാണോ പറയുന്നത്? ഇങ്ങനെ ഒരു സംവിധാനം വേണ്ട എന്നാണോ പറയുന്നത്? ലിബറൽ ചിന്താഗതികളിലേക്ക് പോകണമെന്നാണോ പറയുന്നത്? അതിലേക്ക് നമ്മളെ കൊത്തിവലിക്കാൻ ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. അവർ ചില ചെറിയ ചെറിയ സംഭവങ്ങളെ ഉയർത്തി കാണിച്ച് കണ്ടില്ല, അടി പിടി നായാട്ട്. കുടുംബജീവിതമൊന്നും വേണ്ടട്ട, വെറുതെ കീഴ്ക്കോടതി, മുനിസിപ്പൽ കോടതി, കുടുംബ കോടതിയൊക്കെ കയറി ഇറങ്ങേണ്ടി വരുന്നവരെ. ഇങ്ങനെ ഒറ്റപ്പെട്ട കേസുകളുണ്ട് എന്നതിൻ്റെ കാരണത്താൽ വിവാഹം കഴിക്കാതെ ഈ കുടുംബജീവിതം വേണ്ട എന്ന് പറയുന്ന എത്ര വിഡിത്താണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, കച്ചവടത്തിൽ നഷ്ടവും ലാഭവും ഒക്കെ സംഭവിക്കാറുണ്ട്. എത്രയോ ആളുകൾ കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ച് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു കച്ചവടത്തിനും ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആലോചിച്ചു. റോഡ് അപകടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ വാഹനത്തിലൊക്കെ പോകുമ്പോൾ അപകടങ്ങൾ, അതുകൊണ്ട് ഞാൻ ഈ വാഹനത്തിൽ കയറൂല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പറ്റുമോ? പ്രായോഗികമല്ലല്ലോ അത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പല കലാലയങ്ങളിലും സംഘർഷങ്ങളും സംഘട്ടനങ്ങളും കൊലപാതകങ്ങളും വരെ നടക്കുന്നു. അതുകൊണ്ട് കേരളത്തിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇനി അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥമുണ്ടോ? പിന്നെന്ത് കുടുംബജീവിതം മാത്രം ഇനി വേണ്ട, കല്യാണം വേണ്ട എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട കേസുകളുടെ പിന്നാലെ പോയിട്ട് നമ്മളൊരു കുടുംബം എന്ന സംവിധാനത്തെ തകർക്കാൻ പാടുണ്ടോ? പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, വാപ്പയാരാകണം, ഉമ്മയാരാകണം. അവർ കുടുംബത്തിൻ്റെ കെടാവിളക്കാണ്, അവർ മാതൃകയാകണം. വാപ്പയും ഉമ്മയും മക്കളോട് അയൽപക്കത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിതാ നീ അവളെ പോലെയാക്, നീ ഇവനെ പോലെയാക് എന്ന് പറയുന്നതിന് പകരം സ്വന്തം നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഇതാ നീ ഈ വാപ്പയെ പോലെ ആകണം കേട്ട മോനെ, ഈ ഉമ്മയെ പോലെ ആകണം കേട്ട മോളെ എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതിന് നമുക്ക് ത്രാണി വേണം. ത്രാണി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കണ്ടില്ലേ, ഈ ഉമ്മ സുബഹിക്ക് മുമ്പ് അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കണം, സുബഹി നിസ്കരിക്കണം, സുബഹിക്ക് ശേഷം ഖുർആൻ ഓതുന്നത് കണ്ടോ? ഉമ്മ ഖുർആൻ ക്ലാസ്സിന് പോണത് കണ്ടോ? അതുപോലെയാകണം. ഈ ഉമ്മ ഇസ്ലാമിക വേഷം ധരിച്ച് നടക്കുന്നത് നീ കണ്ടോ? അതുപോലെയാകണം മോളെ നീ. ഈ വാപ്പാനെ നീ കണ്ടുപിടിക്ക്, സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിലേക്ക് പോകുന്ന ഈ ഉപ്പ അതുപോലെയാകണം മോനെ നീ. വാപ്പാവിന്റെ സത്യസന്ധത നോക്കൂ, സാമ്പത്തിക വിഷയത്തിൽ അച്ചടക്കം നോക്കൂ, കടങ്ങൾ എഴുതി വെക്കുന്ന നോക്കൂ, കൊടുക്കാനുള്ളത് കിട്ടാനുള്ളത് എല്ലാ വിഷയങ്ങളും, കുടുംബങ്ങളോടുള്ള പെരുമാറ്റം നോക്കൂ, കുടുംബ വീടുകൾ സന്ദർശിക്കുന്ന ഈ വാപ്പാനെ കണ്ട് പഠിക്കും മക്കളെ. അങ്ങനെ പറയാൻ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ മക്കളോട് പറയാൻ കഴിയണം. നമ്മളെ കുട്ടികൾക്കൊന്നും കല്യാണത്തിന് വരാൻ താല്പര്യമില്ല, സൽക്കാരങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല, മരിച്ചോടത്ത് പോകാൻ താല്പര്യമില്ല, രോഗികളെ കാണാൻ താല്പര്യമില്ല, നമ്മളോട്ട് കൊണ്ടുപോകില്ല. നജ് വരണ്ടേ അവിടെ നിന്ന് ഇതാണ് പറയാം. നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ മോള് പറയും വേണ്ട മംഗളം മൊബൈൽ ഇവിടെ വെച്ച് പോയിക്കോളി, എന്നാൽ നമ്മൾ ആശ്വാസമായി കണ്ടു കൊടുക്കും. ഇതാണ് പ്രശ്നം. ഞാൻ ഇന്നലെ കണ്ടൊരു വീഡിയോ ഉണ്ട്, ശരിക്കിങ്ങനെ ഇതായിപ്പോയി. ഒരച്ഛൻ, അതിലച്ഛനെയാണ് കാണിക്കുന്നത്, അമ്മയെ കാണിക്കുന്നില്ല. ഇനി അമ്മ മരിച്ചു പോയതാണോ എന്താ എനിക്കറിയില്ല. അച്ഛൻ്റെ 2 മക്കൾ, മൂത്ത പെൺകുട്ടി 8-ലോ 9-ലോ ആണ്, രണ്ടാമത്തെ കുട്ടി LP സ്കൂളിൽ 3-ാം ക്ലാസ്സിലാണ് തോന്നുന്നു. അവർ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഉമ്മറപ്പടിയിൽ നിൽക്കുന്ന സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഈ പടിയിൽ നിൽക്കുന്ന ഉപ്പാനെ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് 2 ആളും പോകും. അതാണ് ആ വീഡിയോയിൽ കാണിക്കുന്നത്. ഗേറ്റിൻ്റെ അവിടത്തെ വീണ്ടും ടാറ്റ കാണിക്കുക. അങ്ങനെ ഇരിക്കെ പിന്നെ ആ വീഡിയോ കാണിക്കുന്നത് സ്കൂളിലെ മാർക്ക് ലിസ്റ്റാണ്. ഇപ്പോൾ കാക്കൊല്ല പരീക്ഷ കഴിഞ്ഞില്ല, ഒരാൾക്ക് 50-ലാണോ എനിക്ക് ഓർമ്മയില്ല, 2 മാർക്കിൻ്റെ കുറവുണ്ട് എന്ന് പറഞ്ഞാൽ 50 ആണെങ്കിൽ 48 മാർക്ക്. അച്ഛൻ അവരെ അഭിനന്ദിച്ചു. അച്ഛൻ അഭിനന്ദിച്ചിട്ട് എന്താ കൊടുത്തതെന്നറിയോ? മോൾക്ക് ഒരു മൊബൈൽ വാങ്ങിക്കൊടുത്തു, ഒരു സ്മാർട്ട് ഫോൺ. നല്ല മാർക്ക് വാങ്ങിയ കുട്ടിയല്ലേ, ശരി. പിന്നെ മോൾക്ക് മൊബൈലിലായി കളി. ഈ ചെക്കന് രാത്രി വന്നാൽ എല്ലാ ഈ 3-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി സംശയങ്ങളൊക്കെ ചോദിക്കില്ല ഈ പെണ്ണിനോട്. അതാ ഞാൻ പറഞ്ഞ അമ്മ മരിച്ചിട്ടുണ്ടാവും, അമ്മനെ കാണിക്കണില്ല. ഈ കുഞ്ഞിനെ എല്ലാം ചെയ്യൽ ഈ മോളാണ്. മൊബൈൽ വാങ്ങിക്കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ഈ പയ്യന് അച്ഛനെ ചുംബിച്ചു പോകുമ്പോൾ ഇവള് മൊബൈലിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകും. അച്ഛൻ ഇങ്ങനെ നോക്കുകയാണ്. ഇന്നലെ വരെ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്ന മോള് ഇന്ന് പടി ഇറങ്ങിപ്പോണത് ഇങ്ങനെ നോക്കും. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ അല്ലേ? ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ നോക്കിയിട്ട് പോകും. വാട്സപ്പോ ഫേസ്ബുക്കോ എന്താ വെച്ചാൽ ചിലവർ കാണാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ചിരിച്ചു പോണ്, ചിലവരിങ്ങനെ വേറെ ഇങ്ങനെ പോണ്. മുമ്പൊക്കെ ചിരിച്ചു പോയിക്കണം നേരെ കുതിരവട്ടത്ത് കൊണ്ടുപോകും. ഇപ്പം പിന്നെ എല്ലാവർക്കും മനസ്സിലായി മൊബൈലിൽ എന്താ ഹെഡ്സെറ്റ് വെച്ച് പോവുകയാണ്. മുമ്പ് നമ്മൾ അങ്ങാടി കൂടെ വർത്താനം പറഞ്ഞ ഒരാളിങ്ങനെ ഒറ്റയ്ക്ക് പോവുകയാണ്, എന്തായാലും അവസ്ഥ. വല്ല ആംബുലൻസ് വിളിച്ച് നേരെ കൊണ്ടുപോകും. കുളമ്പാറൽക്കോ കുതിരവട്ടത്തേക്കോ ഒന്ന് ആരെങ്കിലും കൊണ്ടുപോകില്ല. കാരണം ഒരിങ്ങനെ വർത്താനം പറഞ്ഞത് അവിടെ സാധനം ഉണ്ടാവും. ഇന്ത്യങ്ങളെടുത്തുള്ളതാണ് പറഞ്ഞിട്ട് കാര്യം. കാലത്തിൻ്റെ പോക്കാണത്.
അങ്ങനെ ഇയാളിങ്ങനെ നോക്കുകയാണ്, ഈ മോളൊന്നും പറയാതെ അങ്ങനെ പോകണം. ചെക്കൻ അവിടുന്ന് അച്ഛനക്ക് ടാറ്റാട്ടുന്നത്. ചെക്കൻ്റെ കൈ പിടിച്ചു പോയിരുന്ന ആ പെണ്ണ് കൈ പിടിക്കണില്ല, കാരണം ഇതിൽ മൊബൈലൊക്കെ നോക്കിക്കണം. വണ്ടി വന്നിട്ട് ചെക്കനെ ശ്രദ്ധിക്കണില്ല. രാത്രിയിൽ ഈ കുട്ടി ഹോംവർക്ക് കൊടുത്തിട്ട് അത് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ പെണ്ണ് ശ്രദ്ധിക്കണില്ല. പെണ്ണ് ഈ 3ാം ക്ലാസ്സുകാരന് പെണ്ണിനെങ്ങനെ തോണ്ടി, പിന്നെ ചേട്ടത്തിനെ തോണ്ടി നിന്ന് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ പെണ്ണിന് ദേഷ്യം പിടിച്ചിട്ട് സ്കെയിലോട്ട് എടുത്തിട്ട് വലിച്ചെറിയാം. ഇവർക്ക് ആകെ അന്തപ്പെട്ട്, ഇവൻ ചെറിയ പയ്യനാണ്, അത് എന്താ ഈ മാറ്റം? ഭക്ഷണം കൊടുക്കുന്നത് ആ പെണ്ണ് തന്നെ ആയിരുന്നു. അതാ ഞാൻ പറഞ്ഞ അമ്മ ഇല്ലാന്നാ തോന്നുന്നത്. ഭക്ഷണം കൊടുക്കുമ്പോൾ ഓളെ കയ്യിൽ ഈ മൊബൈലാണ്. എന്നിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ എൻ്റെ മൂക്കിലേക്ക് കൊണ്ടുപോകണം, അവൾക്ക് കൊണ്ടുപോകണം. അവസാനം ഇവൾക്ക് അപ്പോഴും ഈ വായിലേക്ക് നോക്കണില്ല. അവസാനം ഇവർക്കാണെങ്കിൽ വിശന്ന് പൊരിണ്. ഈ ചോറ് വട വെച്ച് ദേഷ്യം പിടിച്ച് ഇവൾക്ക് ഇത് കാണാൻ കഴിയണില്ലല്ലോ. ചക്കനക്ക് തിന്നാതെ പട്ടിണി കിടന്നു. ചുരുക്കി പറയാം, ഞാൻ വെറുതെ ഞാൻ കണ്ടത് പറഞ്ഞാണ്. 2 മാർക്ക് മാത്രം കുറവുള്ള കുട്ടി പിന്നെ വന്നിട്ടുള്ളത് ഡി ആയിട്ട്, DR ഗ്രേഡ് D ആയിട്ട് അച്ഛനക്ക് കാണിച്ചു കൊടുക്കുന്ന പേപ്പർ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മൊബൈൽ ഉണ്ടാക്കിയ വിപത്ത്. ഇത് ഞാനിവിടെ പറയുമ്പോൾ നിങ്ങളറിയാം ഇതൊക്കെ എന്ത് പറയുക, ഇതിനേക്കാൾ അപ്പുറം നമ്മളെ നാട്ടിലുണ്ട് എന്നാവും നിങ്ങൾ പറയുണ്ടാകുക. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മൊബൈൽ ഇനി കൊടുക്കണ്ടെന്നോ ഇതാകണ്ടെന്നോ ഒന്നും ഇനിയിപ്പോൾ പറയാൻ നമുക്ക് പറ്റൂല, കാരണം അങ്ങനെ ആയി അല്ലേ. കോവിഡിന് മുമ്പ് കുട്ടികൾ മൊബൈൽ എടുത്താൽ അടിച്ചിരുന്നു, നമ്മൾ തൊടാൻ കൊടുക്കൂല. കോവിഡ് വന്നപ്പോൾ കുട്ടികൾക്ക് മൊബൈൽ എടുക്കാഞ്ഞാലാണ് അടി. കാരണം മറ്റേ ക്ലാസ് നടക്കുന്നുണ്ടാവും, അപ്പോൾ ഓൺലൈൻ ക്ലാസ് അരമണിക്കൂറാവും ഓൺലൈൻ ക്ലാസ്. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടി വേറെ പലതും കാണാൻ പഠിച്ച് കുട്ടി മൊബൈൽ കൈകാര്യം ചെയ്യാൻ പഠിച്ചു. കോവിഡിന് ശേഷം ഇനി തിരിച്ചു വാങ്ങാൻ പറ്റുമോ? പറ്റൂല. ഇപ്പം കുട്ടീൻ്റെ കയ്യിലാണ് ഫോണ്. നമ്മൾ ആരെങ്കിലും വിളിച്ചാൽ ആ അമ്മക്ക് ഞാൻ കൊടുക്കട്ടാന്നറിയും, കുട്ടീൻ്റെ കയ്യിലാവും ഫോണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കാലഘട്ടം മാറി. ഇത് എവിടേക്കാണ് മനുഷ്യനെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം നമുക്ക് മക്കൾ. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമാണ്, മക്കൾക്ക് കൃത്യമായി ധാർമ്മിക ശിക്ഷണം നമ്മൾ കൊടുക്കണം. വിശുദ്ധ ഖുർആനിലെ 66-ാം അധ്യായം സൂറത്തു തഹ്രീമിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആയത്താണ്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബങ്ങളുടെ ശരീരത്തെയും നരകത്തുനിന്ന് സൂക്ഷിക്കണം, അതിലേക്ക് കൊണ്ടുപോകരുത്. അപ്പം നമ്മൾ മാത്രം നന്നായാൽ പോരാ, നമ്മളെ വീട്ടുകാരും നന്നാക്കണം. ആ ഉത്തരവാദിത്തം നമുക്കുണ്ടെന്നാണ് അള്ളാഹു പറയുന്നത്. കാരണം അവിടെ കത്തിക്കപ്പെടുന്നത്, അവിടുത്തെ ഇന്ധനം എന്ന് പറയുന്നത് കല്ലും മനുഷ്യരുമാണ്. പിന്നെ ഉള്ളത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ബാലപാഠം പഠിച്ചിട്ടില്ലാത്ത ഗിലാദും ഷിദാദുമായിട്ടുള്ള ഉഗ്രകോപിഷ്ഠരായിട്ടുള്ള മലക്കുകളാണ് അവിടുത്തെ കാവൽക്കാർ. അതുകൊണ്ട് ഒരു എക്സ്ക്യൂസും ഉണ്ടാവില്ല അവിടെ നിന്ന്. അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. വാപ്പയും ഉമ്മയും മാതൃകകളാകണം, ഇണയും തുണയും മാതൃകകളാകണം. മക്കൾക്ക് നല്ല ശിക്ഷണം, ശിക്ഷല്ല. ഇപ്പൊ മുമ്പത്തെ മാതിരി അടിക്കാൻ പറ്റൂല, അതങ്ങനായി. ഈ അടിക്കണതെങ്ങാനും ഏതെങ്കിലും മൂത്താന് വീഡിയോ എടുത്തിട്ട് അയച്ചു കഴിഞ്ഞാൽ ശിശുക്ഷേമ വകുപ്പ് നാളെ വരും, ബാലാവകാശ കമ്മീഷൻ വരും. ബാപ്പാണെങ്കിലും ഉമ്മായും കൊണ്ടുപോകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനത്തെ ഒരു കാലം. നമ്മൾ പറയുന്നത് മക്കളെ അഭിനന്ദിക്കേണ്ടിടത്ത് അഭിനന്ദിക്കണം, ശാസിക്കേണ്ടിടത്ത് ശാസിക്കണം, ശിക്ഷിക്കേണ്ടിടത്ത് ശിക്ഷിക്കണം. ശരിയാ, എങ്ങനെയാണ് റസൂൽ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 7 വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി അവരോട് പറയണം, കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കണില്ലെങ്കിൽ അടിക്കണം, അല്ലേ? അത് വളരെ ലോലമായിട്ടുള്ള രൂപത്തിൽ, അത് പ്രയാസപ്പെടുത്തി മുറിപ്പെടുത്തി അടിക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് വളരെയധികം വലിയൊരു താക്കീതാണിത്. പിന്നെ 10 കഴിഞ്ഞ് 17ഉം 18ഉം വയസ്സായാലും അടിക്കാൻ പറ്റൂല. അത് കാലം മാറി എന്നാൽ പിന്നെ അവർക്ക് പക്വതയും വിവേകമൊക്കെ വന്നു, പിന്നെ അവരായി അവരെ പാടായി. പക്ഷേ ഈ അടി അവർക്ക് കിട്ടേണ്ടത് 10ാമത്തെ വയസ്സിൽ കിട്ടിപ്പോണം. മക്കളെ നല്ല രൂപത്തിൽ, മക്കളിൽ നിന്ന് എന്തെങ്കിലും ഒരു തിന്മ കാണുമ്പോൾ ആ തിന്മ കണ്ട ഉടനെ തന്നെ മുനയൊടിച്ച് കളയണം. അതാണ് നമ്മൾ വേണ്ടത്. നമ്മളെ മക്കൾ രാത്രി കാലങ്ങളിലൊക്കെ ടർഫ് എന്നൊക്കെ പറയാണ്ട് പോകും. അത് പല അസാൻമാർഗികമായ പ്രവർത്തനത്തിലേക്കും നീങ്ങാൻ സാധ്യതയുണ്ട്. കൂട്ടുകെട്ട് വഴിതെറ്റാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളൊക്കെ ഇപ്പോൾ, പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ, ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്, ഇപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ആണെങ്കിലും നമുക്ക് നമ്മളെ കണ്ണ് എത്തിക്കൊള്ളുന്നില്ല. മക്കൾക്ക് ശക്തമായ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഇപ്പോൾ കേരളത്തിലല്ല പഠനം, കേരളത്തിൻ്റെ പുറത്താണ്. കേരളത്തിൻ്റെ പുറത്തല്ല, ഇന്ത്യക്ക് പുറത്താണ് ഇപ്പോഴത്തെ പഠനം.
ഇപ്പം എല്ലാവരും യൂറോപ്യൻ കൺട്രീസിലേക്ക് പഠിക്കാൻ പോകുന്ന കാലഘട്ടമാണ്. 30 ലക്ഷം 40 ലക്ഷം 45 ലക്ഷമൊക്കെയാണ് ഓരോരോ കുടുംബങ്ങൾ വാപ്പാർ ചിലവാക്കേണ്ടത്. എവിടെ നിന്ന് എടുത്താണ് കൊടുക്കുക? എത്ര കേസുകൾ ഈ അടുത്ത് ഞാൻ കേട്ടു. 35 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ആ വാപ്പ കടം കള്ളിയാക്കിയിട്ട് മോനെ അയച്ചത്. ന്യൂസിലാൻഡിൽ എവിടേക്ക് ഒരു സ്ഥലം ഞാൻ മറന്നുപോയി. ഒരു കൊല്ലം നിന്നിട്ടില്ല, 6 മാസം നിന്നിട്ട് പറഞ്ഞു എനിക്കിത് പഠിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചു വന്നു. പൈസ കിട്ടുമോ? ആ വാപ്പ മരിച്ചും ചെയ്തു. ഇങ്ങനെ ഞാനിപ്പോൾ ഉള്ള അനുഭവത്തിൻ്റെ പറയുക, ഇങ്ങനെ എത്ര കേസുകൾ കുട്ടികൾ അങ്ങനെ. ഇപ്പം ബിനിയാന്നല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ പെൺകുട്ടികൾ 2 ആളും സ്കൂളിലും, ഭർത്താവ് സൗദിയിൽ, ഓള് ഇവിടെ കാനഡ. അവൾക്ക് പെട്ടെന്നൊരു അസുഖം വന്ന് അവളെ ചികിത്സിക്കാൻ വേണ്ടി ഉമ്മ ഇവിടുന്ന് അങ്ങോട്ട് പോയി. അവള് ഒരു ഭാഗത്ത്, വാപ്പ വേറൊരു ഭാഗത്ത്, മക്കളെ വല്യമ്മ നോക്കണം. ഇങ്ങനെ എന്തൊക്കെ കുടുംബങ്ങൾ, ഈ കുടുംബങ്ങളെ ശരിയായ വിധത്തിൽ പരിചരിക്കാനും നോക്കാനും കാരണമുള്ളതാണ്. എന്തെല്ലാം വിഷയങ്ങളാണ് പ്രിയമുള്ളവരെ. നമ്മളെ മാതാപിതാക്കൾ, മക്കളെ ഞാൻ അവസാനിച്ചു, മക്കൾക്ക് കൃത്യമായ ശിക്ഷണം കൊടുക്കണം. അതാണ് വേണ്ടത്. മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കണ്ടേ? അവർ നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ എത്ര ഖുർആനിക ആയത്താണ്. 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറഞ്ഞു, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. നിങ്ങൾ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, ഛേ എന്നൊരു വാക്ക് പോലും പറയരുത്. കാരണം പിന്നെ ഞാൻ ഇത് വിശദീകരിക്കാൻ വാക്യങ്ങളോ മലയാളത്തിലില്ല. കാരണം ഛേ എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയുന്ന നിസ്സാരമായൊരു വാക്കാണ്. അതുപോലും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? കാരുണ്യത്തിൻ്റെ എളിമയുടെ ചിറകുകൾ നിങ്ങൾ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കുകയാണ്. ആ പദപ്രയോഗമൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തുമാത്രം അനുകമ്പയുള്ളതാണ്. എത്ര വീടുകളുണ്ട് ഉമ്മാനെ നോക്കാൻ ഓരോരുത്തർ മാസം നിശ്ചയിച്ചിക്കണം. ഒരു മാസം അവരും ഒരു മാസം കിട്ടാൻ വേണ്ടിയല്ല നിൽക്കേണ്ടത്. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ അമ്മ അങ്ങോട്ട് പോകുമല്ലോ, ഒരു ശ്വാസം വിടല. നമുക്ക് സ്നേഹിക്കാനും നോക്കാനും കിട്ടുന്ന അവസരമാണിത്. സ്വർഗവാതിലുകൾ അല്ലാഹു തുറന്നു തന്നിരിക്കുകയാണ്. ഇതാ വേണമെങ്കിൽ കിടക്കാനുള്ള വാതിലാണിത്. ഉമ്മാനെ ഉപ്പാനെ നോക്കാനുള്ള ഒരു അവസരം, അത് പോസിറ്റീവായിട്ട് കാണണം. അതൊരു നിർബന്ധിത സാഹചര്യത്തിലാണെങ്കിൽ അതിന് ഒരു പ്രതിഫലം കിട്ടില്ല. നോക്കണേന് കിട്ടുമോ? ഇല്ല. ഇത് തനിക്ക് റബ്ബ് തന്നിട്ടുള്ള ഒരു സുവർണാവസരമാണ്. അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നമ്മളെ ചെറുപ്പത്തിൽ എങ്ങനെയാണ് അവർ തീറ്റിപ്പോറ്റി വളർത്തിയെന്ന് ആലോചിച്ചു. വാർദ്ധക്യത്തിൻ്റെ അങ്ങേ തലക്കലെത്തിക്കഴിഞ്ഞാൽ ശിശുക്കളെ പോലെ എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ? പിന്നെ എന്താണ് അപ്പിട്ടത്? നമ്മൾ കുട്ടിക്കാലത്ത് എവിടെയും ഉമ്മാൻ്റെ സാരിയിലാകാം, ബെഡിലാകാം. ഇവിടെ നമ്മളമ്മ പുറത്താക്കിയോ? വീട്ടിൽ നിന്ന് ശിശുക്ഷേമ വകുപ്പിൽ കൊണ്ടുപോയാക്കിയോ? പൂർ ഹോമുകളിൽ കൊണ്ടുവന്നാക്കിയോ? ബാലമന്ദിരത്തിൽ കൊണ്ടുപോയാക്കിയോ? ഇല്ലല്ലോ. എന്നാൽ വയസ്സായാലും അവർ അപ്പിടും അവിടെ തന്നെ. കാരണം വാർദ്ധക്യത്തിൻ്റെ അങ്ങേ തലക്കലെത്തിയാൽ അങ്ങനെ പിച്ചും പേയും പറയും, കുട്ടികളെപ്പായി കുറുമ്പ് കാണിക്കും. അതിലൊക്കെ ക്ഷമിച്ചും സഹിച്ചും നിൽക്കണം, പരിചരിക്കണം. അത് തനിക്ക് സ്വർഗവാതിലുകൾ അല്ലാഹു തൻ്റെ മുന്നിൽ മലർക്കെ തുറന്നിട്ടതാണ്. അതുകൊണ്ട് അൽ ജന്നത്തു തഹത അഖ്ദാമുൽ ഉമ്മഹാത്ത് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ സ്വർഗം കിട്ടാനുള്ള പ്രവർത്തനമാണെന്ന് കാണണം. അങ്ങനെ നമ്മൾ പരലോകത്തെ ലാക്കാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാക്കണം. നമ്മൾ എല്ലാ കുടുംബക്കാരെയും മാസത്തിൽ ഒരിക്കലെങ്കിലും കുടുംബ വീടുകൾ വിസിറ്റ് ചെയ്യണം. നമ്മളെ കുടുംബത്തിൽ മക്കളായിട്ട് പോകണം, പേരക്കുട്ടികളായിട്ട് പോകണം. അങ്ങനെ തമ്മിൽ പരിചയപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾക്കറിയാലോ, പല വീടുകൾ നമ്മൾ കോളിംഗ് ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മക്കൾ വേണമെങ്കിൽ വായിലിൻ്റെ കുറ്റി തുറന്നിട്ട് നേരെ അകത്ത് പോയിക്കളും. അമ്മ ആരോ വന്നിട്ട് പോയി. സ്വന്തം മൂത്താപ്പാകാം, അമ്മായി ആകാം, എളാമാകാം, കുട്ടിക്കതറിയില്ല. കുട്ടി പിന്നെ കുട്ടീൻ്റെ റൂമിലായി. ഓന് പിന്നെ അങ്ങോട്ട് തിരിയിട്ട് തരാൻ കാണൂല. സമൂഹത്തിൻ്റെ മുന്നിലേക്ക്, കുടുംബക്കാരുടെ മുന്നിലേക്ക് മുഖം കൊടുക്കാൻ കുട്ടികൾക്ക് തയ്യാറില്ല. കുട്ടികളായിട്ട് നമ്മൾ പോകണം. മരിച്ചോടത്ത് കുട്ടികളെ കൊണ്ടുപോകണം. ചില മരിച്ചോടത്ത് പേടിയാവും, കുട്ടീനെ പേടിപ്പിക്കണ്ട, കുട്ടീനെ കാണണം, വയ്യത്ത് കാണണം. കുട്ടികൾ എന്ത് പേടിപ്പിക്കണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. കുട്ടിക്ക് വെറും സന്തോഷം മാത്രം കണ്ടാൽ മതിയോ? ഊട്ടി, മൈസൂരും, ബാംഗ്ലൂരും, കൊടൈക്കനാലും, ചിക്ക്മാംഗ്ലൂരും, കൂർഗും, കാർഗും മാത്രം കണ്ടാൽ മതിയോ? വേദന കൊണ്ട് പൊളയുന്ന മുസ്തഫ സിബായി പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കളെയും കൊണ്ട് ടൂറ് പോകുന്നുണ്ടല്ലോ, അതേപോലെ അല്ല അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ സന്ദർശിക്കണം. അവിടുത്തെ ശിശു വിഭാഗത്തിൽ പോയി കാണണം. ജീവന് വേണ്ടി പിടയുന്ന കുഞ്ഞു മക്കളെ നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. എടാ, എനിക്ക് മൊബൈൽ വാങ്ങിത്തരായിട്ടല്ലേ ഇജ്ജ് പിണങ്ങി അടക്കണ 2 ആഴ്ച ഇത് കാണും. ഇത് മൊബൈലിനല്ല, ജീവന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. ഡയാലിസിസ് ആണ് ചെയ്യുന്നത് ചെറിയ കുഞ്ഞു മക്കൾ. മറ്റേ റേഡിയേഷനാണ്, മറ്റേ കുട്ടിക്ക് കീമോതെറാപ്പിയാണ്, ക്യാൻസറാണ്. കാണിച്ചു കൊടുക്കണം. സ്ത്രീകളെ വാർഡ് കൊണ്ടുപോകണം, പെണ്ണുങ്ങളായിട്ട് പോകണം. എനിക്ക് പുതിയ സാരി കിട്ടായിട്ടല്ലേ ഇജ്ജ് 3 ദിവസമായിട്ട് മുഖം കീർപ്പിച്ചടക്കണം. ഇത് ഇങ്ങോട്ട് പോകും. പുരുഷ വാർഡിൽ കൊണ്ടുപോകണം. നിങ്ങൾക്ക് ഇന്നലെ ബിരിയാണി കിട്ടാഞ്ഞിട്ടല്ല, കുഴിമന്തി ഞാൻ തന്നില്ലാന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ കച്ചറ കൂടി പോയത്? ഇത് നോക്കി, ഇത് കുഴിമന്തിക്കാണത്, കാണിച്ചു കൊടുക്കണം. മുസ്തഫ സിബായി പറഞ്ഞ വാക്കുണ്ട്,
ഇതൊക്കെ കാണിച്ചു കൊടുക്കും. ജീവിതത്തിന്റെ അകവും പുറവും, സന്തോഷ സന്താപങ്ങൾ നമ്മളെ കുടുംബം അറിയണം. വെറും സന്തോഷം മാത്രം കണ്ടാൽ പോരാ, ദുഃഖത്തിന്റെ മറ്റൊരു അന്തരീക്ഷമുണ്ടെന്ന് നമ്മുടെ കുടുംബം തിരിച്ചറിയണം. ഞാൻ കൂടുതൽ പറയുന്നില്ല, അവസാനിപ്പിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു ഇസ്ലാമിക കുടുംബം, തൗഹീദി കുടുംബം, തൗഹീദിന്റെ സരണിയിൽ ജീവിക്കുന്ന കുടുംബം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്തു തൗഹീദിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പിൻപറ്റുന്ന ഒരു കുടുംബമാകണം നമ്മുടേത്. ഖുർആൻ പഠിക്കുന്ന കുടുംബമാകണം. നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന കുടുംബമാകണം. ഏതെങ്കിലും കുടുംബങ്ങളുമായിട്ട് നമ്മൾ തെറ്റിയിട്ടുണ്ടോ? ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ അവരെടുത്ത് പോകണം. നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് പറയണം. ഇസ്ലാമിൽ എല്ലാത്തിനും എളുപ്പമാണ് അസ്സലാമു അലൈക്കും. അവർ സലാം മടക്കിയോ രക്ഷപ്പെട്ട്, രണ്ടു കൂട്ടരും തമ്മിൽ മിണ്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ സലാം മടക്കുന്നില്ലേ, നിങ്ങൾ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. നിങ്ങൾ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, കാരണം നമ്മൾ അവരേറ്റ് ചെന്നു. ഇനി നമുക്കിതില്ല. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹം. കുടുംബ ബന്ധം മുറിക്കുന്നവന് സ്വർഗത്തിൽ പ്രവേശിക്കില്ല. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഉംറ കൊല്ലണ്ട്, ഹജ്ജുണ്ട്, കാര്യമില്ല. കുടുംബക്കാരായിട്ട് തെറ്റില്ല, ഏട്ടനായിട്ട് തെറ്റില്ല, അഞ്ചനായിട്ട് തെറ്റില്ല, പെങ്ങളായിട്ട് തെറ്റില്ല, മൂത്താപ്പാനായിട്ട് തെറ്റില്ല, മൂത്തമ്മാനായിട്ട് തെറ്റി, ഒരു കാര്യമില്ല. ഞാൻ ഒരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മളുമായിട്ട് ആദർശ പൊരുത്തമില്ലെങ്കിൽ പോലും കുടുംബ ബന്ധങ്ങൾ ഒരിക്കലും വിള്ളലുണ്ടാക്കരുത്. ആ സംഭവം പറയാം. ആയിഷ റളിയല്ലാഹു തആല അൻഹായെ സംബന്ധിച്ച് അപവാദ പ്രചാരണം നടന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനത് പറയുന്നില്ല ഇവിടെ. അങ്ങനെ അപവാദ പ്രചാരണം നടത്തിയ മുനാഫിക്കുകളായിരുന്നു. അവരുടെ കൂടെ കുറച്ച് ആൾക്കാർ നമ്മളതുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളായിരുന്നു മിസ്തഹ്. മിസ്തഹിന്റെ കുടുംബം ദാരിദ്ര്യം നിറഞ്ഞ കുടുംബമാണ്. മിസ്തഹിന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകുന്നത് ആരാണ്? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹായുടെ പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ആ കുടുംബമാണ് കൊടുക്കുന്നത്. അവരുടെ തണലിലാണ് ജീവിക്കുന്നത്. എൻ്റെ മോൾക്കെതിരെ ഇല്ലാത്ത ആരോപണം പറഞ്ഞ് നടക്കുന്നത്. ഇനി ഞാൻ മിസ്തഹിനും കുടുംബത്തിനും നയാ പൈസ കൊടുക്കില്ല എന്ന് അവർ തീരുമാനിച്ചു. ഞാനും നിങ്ങളും അങ്ങനെ തന്നെയല്ലേ പറയല്? ശരിക്കും നിങ്ങൾ ആലോചിച്ചു, നമ്മളെ നിലപാട് അങ്ങനെ തന്നെയല്ലേ? ആകാശത്തിൽ നിന്ന് അതാ വഹി ഇറങ്ങുന്നത്. മിണ്ടിപ്പോകരുത്, അങ്ങനെ പറയാൻ പാടില്ല. എത്ര വലിയ ആദർശ വൈരികളാണെങ്കിലും ശരി, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാനുള്ള ശേഷി തന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കില്ല എന്ന് നിങ്ങൾ ശപഥം ചെയ്യരുത്. കൊടുക്കണം, കൊടുക്കാൻ തയ്യാറായി. കടങ്കഥ പറയല്ല, അള്ളാൻ്റെ ആയത്താണ്. ഞാൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ നന്നാകണം. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണം. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് നമ്മളും കുടുംബവും ജീവിക്കണം. ഇസ്ലാമിക ദഅവ രംഗത്ത്, തൗഹീദിൻ്റെ പാന്താവിൽ ഈ ദഅവത്ത് രംഗത്ത് നിങ്ങളെല്ലാവരും സജീവമായിട്ടുണ്ടാകണം. എൻ്റെ സഹോദരിമാരെ, നിങ്ങൾ ഒരുപാട് സഹോദരിമാരുണ്ട് ഇവിടെ. നിങ്ങൾ ജംജിയം സ്ത്രീകൾക്കിടയിൽ ദഅവത്ത് നടത്തുന്ന, അതിന് നിങ്ങൾ ഉണ്ടാകണം. നമ്മുടെ പള്ളിയും നമ്മുടെ കാര്യങ്ങളും ദഅവത്ത് പ്രവർത്തനത്തിൽ സജീവരാകണം. എല്ലാവരും പിന്നിൽ നിൽക്കേണ്ടവരല്ല, മുന്നിൽ നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ ഒത്തുചേരൽ അല്ലാഹു തആല ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ നാളെ സ്വർഗത്തിൽ ഒത്തുകൂടാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഗസയിൽ പട്ടിണിയും പൈതാഹവുമായി കഴിയുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അല്ലാഹു തആല എത്രയും വേഗം സമാധാന ജീവിതവും നിർഭയത്വവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരതകൾ എത്രയും പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ക്രൂരതകളിൽ നിന്ന് അവർക്ക് മോചനം നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങളും വേദനകളും പ്രയാസങ്ങളുമായി സഹിച്ച് ജീവിക്കുന്നവരുടെ പ്രയാസങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ നീ ശിഫയാക്കി കൊടുക്കണമേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്ക് മുമ്പേ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഞങ്ങളുടെ സ്നേഹനിധികൾക്ക് നീ മഅഫിറത്തും മർഹമത്തും നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാൻ നീ തൗഫീഖ് നൽകണമേ റബ്ബേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇൻ ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വത്ബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.